അപ്പൊ എന്നത്തെയും പോലെ നിങ്ങൾ എല്ലാവരും നല്ല നല്ല പെർഫോമൻസുകൾ കാണാനായിട്ട് കാത്തിരിക്കുകയാണെന്ന് അറിയാം. അപ്പൊ ഒട്ടും സമയം കളയുന്നില്ല, എത്രയും പെട്ടെന്ന് നമ്മുടെ സ്വന്തം നമ്മുടെ മുത്തുകൾ ആയ 3 പേരെ നമ്മൾ സ്വാഗതം ചെയ്യാണ്. ഔസഫ് ബച്ചൻ സാർ, വെൽക്കം. ചേച്ചി വെൽക്കം. സ്വാഗതം. ശിവാംഗി സ്വാഗതം. വണക്കം. അപ്പോ നിങ്ങൾ എല്ലാവരും നമ്മുടെ മത്സരാർത്ഥികളുടെ മത്സരം കാണാനായിട്ട് കാത്തിരിക്കുകയാണെന്ന് അറിയാം. അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മൾ ആദ്യത്തെ റൗണ്ടിലോട്ട് കിടക്കാണ്. ഇനി ഫ്രണ്ട്ഷിപ്പ് വൈബ്സ് റൗണ്ടിലാണ് പെർഫോം ചെയ്യാനായി നമ്മുടെ കണ്ടസ്റ്റന്റ് എത്തുന്നത്. സ്വാഗതം ചെയ്യാം ഗ്രീഷ്മ. കണ്ണിനുള്ളിൽ നീ കൺമണി, കാതിനുള്ളിൽ നീ തേൻമൊഴി, കിന്നാര പൂങ്കുഴൽ പാട്ടു നീ, എന്നാളും എൻ കളിത്തോഴി നീ. മുത്തേ നിന്നെ മുത്തി നിൽക്കും കാറ്റിനും മനോരാഗമോ. ദിഗദാനദീം താന
എന്തൊരു സുഖമായിരുന്നു. റെക്കോർഡ് പോലെ ഉണ്ടായിരുന്നു. പെർഫെക്റ്റ് ഫീൽ, പെർഫെക്റ്റ് പിച്ച്. ഗ്രീഷ്മ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ബിനി ചേച്ചി. ഗ്രീഷ്മ ചേച്ചി ഒന്ന് ഈ പാട്ട് സെലക്ട് ചെയ്തതിന് താങ്ക് യു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ് നമ്മുടെ കുട്ടൻചേട്ടന്റെ. എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയട്ടെ, എനിക്ക് തോന്നിയതാണോ എന്നറിയില്ല, എനിക്ക് വേർഡ്സ് ക്ലിയർ ആയില്ല. കറക്റ്റ്, അത് തന്നെയാണ് എഴുതിയത്. ഡിക്ഷൻ ഞാൻ ഇംഗ്ലീഷിൽ എഴുതിയെന്ന് മാത്രം. ഫസ്റ്റ് കണ്ണിനുള്ളിൽ നീ കണ്ണനെ ഇത്രേ കേൾക്കുന്നുള്ളൂ ഇവിടെ. കണ്ണിനുള്ളിൽ നീ കൺമണി, കാതിനുള്ളിൽ നീ തേൻമൊഴി. അത്രയും ക്ലിയർ ആവണം. ഒരു അനുരാഗമോ ആ സംഭവം എവരി ഇടത്തില് സൂപ്പർ, നല്ല എക്സ്പ്രഷൻ ആയിരുന്നു ആ കൊടുത്തത്. ചരണത്തിലുണ്ട് പോരുമോ, ചൊല്ലുമോ, അനുരാഗമോ. അത് അടിപൊളിയായിരുന്നു, നല്ല ഫീലായിരുന്നു. പക്ഷേ ഈ അനുപല്ലവിയിലും ചരണത്തിലും ഇതിലും വേർഡ്സ് മോളെ ക്ലിയർ ആവണ്ടേ മക്കളെ? ഗ്രീഷ്മക്കുട്ടിയെ എന്താണ് അങ്ങനെ കടിച്ചു പിടിച്ച് പാടിയത്? അറിഞ്ഞൂടെ? അല്ല പാടി ടെൻഷൻ ഉണ്ടായിരുന്നോ? അതങ്ങനെയല്ല, എനിക്ക് തോന്നുന്ന ഒരു സംശയം നമുക്ക് തീർക്കാം. കണ്ണിനുള്ളിൽ നീ കൺമണി, കാതിനുള്ളിൽ നീ തേൻമൊഴി. ഇതൊന്ന് പറഞ്ഞേ. ഒന്ന് പറഞ്ഞേ. ഒരുമിച്ച് അതാ ഞങ്ങളുടെ ജോയിപ്പ്. കണ്ണിനുള്ളിൽ നീ കൺമണി, കാതിനുള്ളിൽ നീ തേൻമൊഴി. അടുത്ത വരി പറഞ്ഞോ. കിന്നാര പൂങ്കുഴൽ പാട്ടു നീ, എന്നാളും എൻ കളിത്തോഴി നീ. കളിത്തോഴി നീ, മുത്തേ നിന്നെ മുത്തി നിൽക്കും കാറ്റിനും അനുരാഗമോ. അനുരാഗം ആ മോരാ അല്ല, അതെല്ലാം ഞങ്ങൾക്ക് ക്ലിയർ ആയി. ആ ലാസ്റ്റത്തെ അല്ല. പക്ഷെ അത് കാരണം ആ വേർഡ്സ് കേൾക്കാതെ നമുക്ക് അതിലേക്ക് ഞാൻ മുമ്പേ ഒരു ഇത് പറഞ്ഞില്ലേ, സംഗീതവും സാഹിത്യവും രണ്ടും ഒരുമിച്ച് വന്നാലേ നമുക്ക് ഒന്ന് ആപാതി മധുരം, അന്യത ആലോചനാമൃതം. ഇതെന്താണ് മുത്തി കണ്ണിനുള്ളിൽ നീ കൺമണി എന്ന് പറയുന്നത് നമ്മൾ ആലോചിക്കണ്ടേ, അതിന്റെ അർത്ഥം എന്താണെന്ന്. അത് നമ്മൾ ക്ലിയർ ആയിട്ട് കേട്ടാലല്ലേ പറ്റുള്ളൂ. അതാണ് കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഗ്രീഷ്മന് മുമ്പ് പാടിയപ്പോ ഇങ്ങനെ ഇല്ലായിരുന്നു. ഓക്കെ, താങ്ക് യു ബിന്നി ചേച്ചി. അല്ല, ഇതൊക്കെ തന്നെയാണ് എനിക്ക് ഡിക്ഷനാണ്. ഞാനൊരു സ്ഥലത്ത് ഇളവേനൽ കൂട്ടിൽ തളിരുണ്ണും മൈനെ നിന്നോടല്ലേ ഇഷ്ടം, കിനി വീഴുന്നു കേട്ടു. കനി വീഴുന്നല്ലേ? തെറ്റിയതാണോ? അല്ല സാർ, കനി വീഴും. അവനെന്തിനാ കിനി വീഴുന്നു പറയണേ? കിനി പാടിയത് അങ്ങനെയായിരുന്നു. കിനിയതല്ല സാർ, പാടിയതാണ്. പാടിയതാണോ? അതേപോലെ ആ മാരിവില്ലുരുകിയ നീർമണി നീ, അവിടെ മാരിവില്ലുരുകിയ എന്നുള്ളത് മനസ്സിലായേ ഇല്ല കേട്ടോ. മാരിവില്ലുരുകിയ, മാരിവില്ലുരുകിയ. ആ ഇങ്ങനെ വരണം. പിന്നെ അലയാനല്ലേ ഇഷ്ടം, അത് രണ്ടാം ചരണത്തില് അതൊന്ന് അലഞ്ഞു, വല്ലാത്തൊരു അലച്ചില് നടന്നു. അത് മിസ്സായതാണല്ലേ, അത് പാടാൻ പറ്റാത്തതൊന്നുമല്ല. അത് ട്യൂൺ അതൊക്കെ കുഴപ്പമില്ല. പക്ഷെ കാത്തിരിക്കാൻ സമ്മതമോ കൂട്ടുകാരി ചൊല്ലുമോ വാസ് എക്സലന്റ്. ഇപ്പൊ പറഞ്ഞ ഡിക്ഷനോട് കൂടിയിട്ട് ഒന്ന് സുഖമായിട്ട് പല്ലവി മാത്രം വെറുതെ 2 ലൈൻ. കണ്ണിനുള്ളിൽ നീ കൺമണി. എക്സ്പ്രഷൻ കുറയരുതട്ടാ, ദേഷ്യം വന്നിട്ട് പറഞ്ഞ കണ്ണിനുള്ളിൽ നീ കൺമണി, അത് വരരുത്. കണ്ണിനുള്ളിൽ നീ കൺമണി, കണ്ണിനുള്ളിൽ നീ കൺമണി, കാതിനുള്ളിൽ നീ തേൻമൊഴി, കിന്നാര പൂങ്കുഴൽ പാട്ടു നീ, എന്നാളും എൻ കളിത്തോഴി നീ, മുത്തേ നിന്നെ മുത്തി നിൽക്കും കാറ്റിനും അനുരാഗമോ, നിന്നുള്ളിൽ നീ കൺമണി, കാതിനുള്ളിൽ നീ തേൻമൊഴി, കിന്നാര പൂങ്കുഴൽ നീ. ഇപ്പൊ ബെറ്റർ ആയില്ലേ സാറ്? ഇപ്പൊ ഇത് ഞങ്ങൾ ചിലപ്പോ റെക്കോർഡിംഗിൽ ചെയ്യുന്ന ഒരു സൂത്രമാണ്, അത് ഇവിടെ ചെയ്യണമെന്ന് തോന്നുന്നു അല്ലേ? റിഹേഴ്സൽ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ടേക്ക് എടുക്കുക, ഷൂട്ട് എടുക്കുക, ഗംഭീരമായിട്ട് പാടും. ചുമ്മാ പാടിക്കുമ്പോ എത്രയോ പാട്ടുകാര് ചില നേരത്ത് പാട്ടുകാർ ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യും, സാറേ ടേക്ക് എടുക്കുന്ന പറയല്ലേ, ഞാൻ പാടിക്കൊണ്ടിരിക്കാം, സാറിന് എപ്പോ വേണമെങ്കിൽ എടുത്തോളാം. ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സാറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സാറേ പറയും ഒന്നുകൂടെ നോക്കാന്ന് പറയും. റിഹേഴ്സല് വൺ മോർ റിഹേഴ്സൽ, ഒന്നും കൂടി ക്ലിയർ ആയിട്ട് റിഹേഴ്സൽ നോക്കാം, ടേക്ക് പിന്നെ പോവാം എന്ന് പറയും. അത് ടേക്കായിരുന്നു, ഗംഭീരമായിട്ട് പാടും. അതാണ് സംഭവിക്കുന്നത്. പക്ഷെ ഇപ്പൊ ഇത് കോമ്പറ്റീഷനാണ്. അപ്പൊ ശരി, ഓക്കെ, ഇതെല്ലാം സൂക്ഷിക്കുക, മനസ്സിൽ സൂക്ഷിക്കുക, എന്നിട്ട് കൊണ്ടുവരണം അടുത്ത പ്രാവശ്യം. എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമായി. അതും ഈ പാട്ട് ഒരു ഹഗ് മരിയ ഉണ്ടായിരുന്നു.
സോ ചേച്ചി പാടിയതും വന്ന് ആ ഓലെല്ലാം വരുന്ന ആ സംഗതി ആ ഫീല് അതെല്ലാം ഭയങ്കര എല്ലാ ഓലും ഞാൻ ആഹാ അങ്ങനെ പറഞ്ഞോണ്ടിരുന്നു. സോ എനിക്ക് ഇഷ്ടായി ചേച്ചി. താങ്ക് യു. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. ഇനി നമുക്ക് മാർക്സിലേക്ക് Marks. കിടക്കാം. ഗ്രീഷ്മയുടെ മാർക്ക് ഔട്ട് ഓഫ് 100 0.5 മുമ്പിൽ 92 ഇട്ടുള്ളൂ. 92.5. 92.5. അതെന്തിനാ അങ്ങനെ പറഞ്ഞത്? 92 എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു 92 നിൽക്കോ എന്നൊരു സംശയം വേണ്ടെന്ന് വെച്ചിട്ട് ആദ്യം അത് പറഞ്ഞു. ആദ്യം ടിപ്പ് ആദ്യം കൊടുത്തു, അത് കഴിഞ്ഞിട്ട് സാറ് പിന്നെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കൃഷ്ണ എന്ന് പറഞ്ഞിട്ട്. അപ്പോ അവളുടെ അമ്മക്ക് ജഡ്ജസിനെ ഭയങ്കര ഇഷ്ടമാണ്. ഓഹോ. അപ്പോ എല്ലാവരോടും ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ലാംബിക എന്നാണ് പേര്. ലാംബിക. ലാംബിക ഇത് എന്റെ ലെഞ്ച് പൂതാരി പോലെയാണ്. അല്ല, ഈ ലാംബിക എന്ന് പറഞ്ഞ അമ്മയാണോ? ഫ്രണ്ടിന്റെ അമ്മയാണ്. ഫ്രണ്ടിന്റെ അമ്മ. അപ്പോ പ്രോഗ്രാം കാണാറുണ്ട്. അപ്പോ ജഡ്ജസിനെ എല്ലാരും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഒരു ഹായ് പറയണം. ഹായ് ഹായ് ലാംബിക. ഹായ്. എന്നോട് അമ്മ എപ്പോഴും പറയാറുണ്ട് ഇങ്ങനെ ലാമ്പി നടക്കാതെ ഇരുന്ന് പഠിക്കണം. ഞാൻ പെട്ടെന്ന് എന്റെ ആ ഇതിന്റെ കാലഘട്ടത്തിൽ പെറ്റ് നെയിം ആലോചിച്ച ലാമ്പ്. ലാമ്പ് നല്ല പേര്. അതെ. ഓക്കെ, അപ്പൊ എന്തായാലും ഗ്രീഷ്മ ആദ്യത്തെ റൗണ്ടിൽ എത്രയായിരുന്നു? 93. 93. 92.5. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാം. ഓക്കെ, Okay. ഓൾ ദി Thank ബെസ്റ്റ്. you. താങ്ക് യു. താങ്ക് യു. ശിവാങ്കി മെലഡീസ് ഒക്കെ പാടി നമ്മൾ കേട്ടിട്ടുണ്ട്. പൊതുവെ ഇപ്പൊ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പം ഇപ്പം 6 വർഷത്തോളം അല്ലേ സ്റ്റേജ് പെർഫോമൻസ്, കുറച്ച് സ്പീഡുള്ള പാട്ടുകളാണോ പാടി ഫലിപ്പിക്കാൻ കഷ്ടം? സ്പീഡുള്ള പാട്ടാണ്. സ്പീഡുള്ള സ്പീഡുള്ള പാട്ടല്ലേ? ക്ഷമിക്കുക. അയ്യോ, വളരെ സന്തോഷം. കൊറേ എവിടായിരുന്നു? കോട്ടൊക്കെ ആയി, വേഷം മാറി, രൂപം മാറി. എപ്പോഴും ഞാൻ വന്നിട്ട് എന്റെ ഭാര്യയെ കുറിച്ച് പറയും. ആ, സുമ ഇപ്പൊ വരും, സുമ വരുന്നുണ്ട്, നാളെ വരുന്നുണ്ട്. ആ, അപ്പൊ സുമയുടെ പാട്ട് കേൾക്കാം, അങ്ങനെയൊക്കെ സുമ സുന്ദരിയാണ്, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാറുണ്ട്. പക്ഷെ ഇന്ന് ആ ധന്യ നിമിഷം, ഇന്ന് ആ ധന്യ മുഹൂർത്തം വന്നിരിക്കുകയാണ്. ലോക മലയാളികൾ ആ, ആകാംക്ഷയോടെ കാത്തിരുന്ന, ആവേശത്തോടെ പ്രതീക്ഷിച്ച ആ സുന്ദരിയായ എന്റെ ഭാര്യ, ദ അൾട്ടിമേറ്റ് സ്റ്റാർ, സിംഗർ ആൻഡ് മ്യൂസിക്കൽ വൈഫ് ആൻഡ് ഫ്ലോറിംഗ് ആൻഡ് അൾട്ടിമേറ്റ് സ്റ്റാർ, സിംഗർ ആൻഡ് മൈ വൈഫ്. അണ്ണ അത് ഞങ്ങൾ എന്നെ കഷ്ടപ്പെട്ട പറഞ്ഞോണ്ടിരിക്കുന്നത്. അല്ല, അതെന്താ ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞാൽ എന്ത് പറ്റൂല? എന്റെ തൊണ്ടയ്ക്ക് എന്തെങ്കിലും അല്ല, പറയുന്ന മൊത്തം തെറ്റാ, അതുകൊണ്ട്. ഏതോ അല്ല, പറയുന്ന ഇംഗ്ലീഷ്. അല്ല, എന്റെ ഭാര്യ ഞാനാ സപ്പോർട്ട് ചെയ്യണ്ട, ഞാൻ സപ്പോർട്ട് ചെയ്ത് പറയണം. താങ്കൾ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കരുതേ, താങ്കളുടെ സപ്പോർട്ട് വേണ്ട കേട്ടോ. അതെ, അതിനെ സൂക്ഷിച്ചോ. My ultimate star, my wife and ഇയാളത് flooring and musical wife. ചേട്ടാ വീട് പഠിക്കേ. അനിയ, ആ മ്യൂസിക് ഒന്നിടൂ, എന്റെ ഭാര്യ ഒന്ന് വരട്ടെ. സുമ പ്ലീസ് കം ഓൺ. ഹലോ. ആഹാ, അടിപൊളി അടിപൊളി കേട്ടോ, കലക്കി. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ചേച്ചി കാണാൻ കാത്തിരിക്കുകയായിരുന്നു. എനർജി. അതെ അതെ. ചേച്ചി കാണാൻ എത്ര നാളായിന്നറിയാം. നമ്മുടെ മ്യൂസിക്കൽ വൈഫ് തുടങ്ങിയപ്പോ തൊട്ട് ചേച്ചി സുമ 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 സുമാന്ന് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. പക്ഷേ ചേട്ടാ, ഇത്ര നാൾ എന്തിനാ വന്ന് നിങ്ങളുടെ വൈഫിനെ ഒളിച്ചു വെച്ചിരുന്നേ? അതായത് അത് ഒരു സർപ്രൈസ് ആയിട്ട് കൊണ്ടുവരാന്ന് വിചാരിച്ചു. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഭർത്താവാണ്, അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി സംഗീതം പഠിപ്പിച്ച്, ഇതിപ്പോ ഈ ഡ്രസ്സ് തന്നെ ഞാൻ മേടിച്ചതാണ്. ഈ ഡ്രസ്സിന്റെ വില എത്രയെന്നറിയാം? 100 rupees ആണ്.
₹100 ആണ്. 100 റുപ്പീസ് എന്ന് പറഞ്ഞാൽ 100 രൂപയാണ്. ദൈവമേ, അപ്പൊ 1,00,000 എത്ര എന്ന് പറയും? ഇപ്പൊ അതാണോ വിഷയം? അത് പൊളിഞ്ഞ അത് മാറ്റി കളഞ്ഞേക്കണേ കേട്ടാ. അതല്ല, ഇത് മ്യൂസിക് റിയാലിറ്റി ഷോ അല്ലേ, അപ്പൊ പാട്ടല്ലേ പാടണ്ട. സുമി ചേച്ചി ഒന്നും പാട്ട് പാടുന്നല്ലേ അതെ, പറഞ്ഞേ? ഡാൻസിന്റെ പരിപാടിക്ക് വന്ന് ഡാൻസ് അല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. അയ്യോ, dance അല്ല. മ്യൂസിക്കൽ മ്യൂസിക്കൽ വൈഫ് പാട്ടാണ്, മ്യൂസിക്കൽ വൈഫ്. അല്ലല്ല, പക്ഷെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ കണ്ടല്ലോ നിങ്ങൾ രണ്ടും കൂടെ ഇവിടെ തകർത്ത് ഡാൻസ് കളിക്കുന്നത്. അതിങ്ങനെ ഒരു ഓളൊക്കെ ആവാൻ വേണ്ടിട്ട് ഒരു കണ്ടസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങൾ സൈഡിൽ കിടന്ന് ഡാൻസ് കളിക്കും. സാറിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. വല്ലപ്പോഴെങ്കിലും പാടുന്ന പിള്ളേരുടെ വീഡിയോ ഒന്ന് ഇടണേ, അല്ലെങ്കിൽ വിചാരിക്കും ഇത് ഇവരുടെ ഡാൻസ് പരിപാടിയാണെന്ന്. ചഞ്ചലൻ ചേട്ടന്റെ ഭാര്യ അല്ലെ സുമ. ചഞ്ചലൻ ചേട്ടൻ ഇതാണ്ട് എന്റെ സ്വഭാവം മാറും. അതെ, ഞാൻ തറവാട്ടി പറഞ്ഞ ഒരു പെണ്ണാണ്. എന്നെ അന്തസ്സായിട്ട് കല്യാണം കഴിച്ചാണ് എന്റെ വീട്ടുകാർ പറഞ്ഞു വിട്ടത്. പറഞ്ഞ മനസ്സിലായ? അയ്യോ, എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരു ഭർത്താവേ ഉള്ളൂ. പക്ഷെ ഈ സംസാരം കേട്ടിട്ട് വലിയ അന്തസ് തോന്നുന്നുണ്ടല്ലോ. അപ്പൊ നീ പറഞ്ഞ സംസാരത്തിന് വലിയ അന്തസ്സുണ്ടാ? എന്റെ വീട്ടുകാര് അന്തസ്സായിട്ട് കല്യാണം കഴിച്ചു വിട്ടപ്പോ ഒരേ ഒരു ഭർത്താവിന്റെ കൂടെയാണ് വിട്ടത്. അതെ, അതെ, അതാണ് ഈ മഞ്ചാടി മൂട് കുഞ്ചൻ. ഇത് ഇട്ടപ്പോഴേ ഞാൻ പറഞ്ഞു ഇതിന്റെ ഇടയിലൊക്കെ കയറി ഇരിക്കുമെന്ന്. പോയി ഒളിച്ചു ചേട്ടാ, അയ്യോ, മഞ്ചാടി മൂട് വേറെ ഒരു പേരും കിട്ടിയില്ലേ? മഞ്ചാടി മൂട് കുഞ്ചൻ. മഞ്ചാടി സുത്ത ഈ പേര് ഇപ്പൊ തമിഴ്നാട്ടിൽ വൈറലാവും. അല്ലാതെ എന്തോന്നാണ് ഇപ്പൊ ഇവര് പറഞ്ഞത്? ചഞ്ചൽ എന്ന് പറഞ്ഞ പേര് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നത്. ഇത് വലിയൊരു ഷോ അല്ലേ. അത് മാത്രമല്ല, ദിലീപേട്ടൻ തന്നെ ഒരു പടത്തിലെ പേര് മാറ്റിയല്ലോ, വിമൽ കുമാർ. അപ്പൊ അതുപോലെ ഞാനൊന്ന് ചേഞ്ച് ചെയ്തത്. അതെ അതെ. അതപ്പോ ഇനി വിളിച്ചെത്തായ സ്ഥിതിക്ക് ഇന്ന് തൊട്ട് ഈ സ്റ്റേജിൽ വെച്ച് ഞാൻ പറയണേ, എന്റെ യഥാർത്ഥ പേര് മഞ്ചാടി മൂടി കുഞ്ചൻ. തമിഴ്നാട്ടിൽ നിനക്ക് അഥവാ സുമയുടെ മാത്രം മക്കു. പറഞ്ഞ മഞ്ചാടി മൂട് കുഞ്ചൻ. പറഞ്ഞ എവിടെ പുറകെ അടക്കുന്ന മക്കുണ്ടായി. ആ പേര് കൈയടിച്ചൊന്ന് പാസ്സാക്കാം. മഞ്ചാടി മൂട് കുഞ്ചൻ. മക്കു. ഓക്കെ, ശരി. പക്ഷെ നമ്മളെല്ലാവരും നമ്മുടെ ഷോ തുടങ്ങിയപ്പോ തൊട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് സുമി ചേച്ചിയുടെ ഒരു എൻട്രി, സുമി ചേച്ചിയുടെ ഒരു പാട്ട് അല്ലെ, നാലൊരു പാട്ട് കേൾക്കാൻ നമ്മുടെ എത്ര നാളെ കാത്തിരിക്കുന്നു. സിംഗർ ആണോ? അതെ, സുമചേച്ചി സിംഗർ ആണെന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യായിരുന്നു ഇവിടെ. സുമചേച്ചിക്ക് ഒരു സീറ്റിന് വേണ്ടി മക്കു ഫൈറ്റ് ചെയ്തോണ്ടിരിക്കായിരുന്നു ഇവിടെ. അതായത് ഈ ഓർക്കസ്ട്ര ശ്രദ്ധിക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങള് പാട്ടുകാരുടെ കൂടെ അതായത് ഓടേണ്ടി വരും. പക്ഷെ ഇത് അങ്ങനെയല്ല. പാട്ട് പാടി തുടങ്ങുമ്പോ എന്റെ ഭാര്യയുടെ പുറകെ പോവേണ്ടി വരും. റബ്ബർ തോട്ടത്തിൽ പിടിച്ചോണ്ട് വരേണ്ടി വരും. അതെ, എവിടെ പിടിക്കണം? ഒരു കാര്യം ചെയ്യാം. ഒന്നാമത് ഞാൻ 19, 65, 75 വയസ്സായി. അപ്പൊ നീ ഒരു കാര്യം ചെയ്യാം, പുളിമുമ്പിൽ തന്നെ കയറി പിടിച്ചോ. നിങ്ങൾ ഇത് എന്തിനാ പറഞ്ഞോണ്ടിരിക്കുന്നേ? ജഡ്ജസ് ഒക്കെ വെയിറ്റ് ചെയ്യുന്നു. പിച്ചാൻ പറയണോന്ന് വിചാരിക്കണോ? അല്ലാതെ ഞാൻ പിച്ച് മാത്രം ചെയ്യില്ല, പിച്ചിന്റെ കൂടെ അഡീഷണൽ സംഭവം ഞാൻ പറഞ്ഞത് പാട്ട് ഏത് പിച്ചില്ല. അതെ, ഞാൻ ഈ പിച്ചായിരിക്കും. പിച്ച് അതാ പഠിക്കും, നിനക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പഠിക്കും. അപ്പോഴേ ഞാൻ പാടാൻ പോകണം. ഞാൻ വലിയ പാട്ടുകാരിയൊന്നും അല്ല. പക്ഷെ ഞാൻ പാടുന്നതിന് മുന്നേ എപ്പോഴും ദൈവത്തിനെ പോലെ കാണുന്നവരുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് ഞാൻ പാടാൻ തുടങ്ങുന്നത്. അപ്പൊ എന്റെ ദൈവം എന്നെ അനുഗ്രഹിക്കണം. കരയോട്ടോ പാവം. അപ്പൊ ഞങ്ങൾക്കൊരു പാട്ട് കേൾക്കാൻ പറ്റുമോ? പാട്ട് ചൊറിഞ്ഞു തരണോ? ദൈവമാണ് ഡ്രസ് ഇതൊന്നിട്ട് ശീലമല്ല. ഫുൾ കൈ ഷർട്ടും കൈലിയും ഒരു തോർത്തും, അതാണ് ശീലം. അതുകൊണ്ട് ലോകത്തെവിടെയാണോ പോകും. ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, കൊടിയുടുത്തല്ലോ, ഉണ്ണി ചാടി മറിഞ്ഞല്ലോ, കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിലിരുന്നാലോ, സന്ധ്യ വരും മുമ്പേ ഉണ്ണി പന്ത് കളിക്കണ്ടേ, സന്ധ്യ വരും മുമ്പേ ഉണ്ണി പന്ത് കളിക്കണ്ടേ. തെറ്റുപറ്റിയില്ല. കാരണം വലിയൊരു വിദഗ്ധന്റെ അടുത്ത് പാട്ട് പഠിപ്പിച്ചു. ആ പാട്ട് മനോഹരമായിട്ട് ഇവിടെ പാടാൻ സാധിച്ചു. എന്റെ കാശ് നഷ്ടമായില്ല. ഞങ്ങളുടെ കാശ് പോയി. അല്ല മാർക്ക് ഇപ്പൊ തരണ്ട, ഇപ്പൊ തരണ്ട. ഞങ്ങളുടെ കാശ് പോയത്. ഈ പാട്ട് ഒന്നും ഞാൻ എത്ര കേട്ടിട്ടുണ്ടെന്ന് അറിയാം. അല്ലല്ല, മാർക്ക് ഇപ്പൊ വേണ്ട, ഇപ്പൊ വേണ്ട. ഞങ്ങൾ രണ്ടുപേരുള്ളൂ കൊണ്ടുപോകാൻ പാടാണ്. ഇനി അടുത്ത പാട്ട് കൂടെ പാടിയതിനു ശേഷം നമുക്ക് മാർക്ക് വാങ്ങിക്കാം. ഇനിയും പാട്ടുണ്ടോ? ഓ, കഴിഞ്ഞില്ലേ? ഒരു ദൈവം. കേട്ടോ? കണ്ണ് മറ്റേത് അല്ല, അത് ഞാൻ കഴിച്ചു. നിനക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അതല്ല, പൊരിച്ച മീൻ അഭിനയിക്കണം. പൊരിച്ച മീനല്ല, അഭിനയിക്കണ കാര്യം. അത് എന്താന്നറിയാ സാർ, അതായത് ഇവള് പാടുന്ന സമയത്ത് ആ പാട്ടിന് ഞാൻ അഭിനയിച്ചു കൊടുക്കും. എനിക്ക് കൂലിപ്പണിയാണ്, പക്ഷെ ഞാൻ വരുന്നത് കാത്തിരിക്കും.
അപ്പൊ ഇവള് പാട്ട് പാടുമ്പോ ഞാൻ അതിനെ അഭിനയിച്ച് കാണിച്ചു കൊടുത്താലേ അവൾക്ക് ശരിയാവുള്ളൂ. അപ്പൊ ഇത് ഇപ്പോഴും ഇവിടെ വേണമെന്നാണ് അവള് പറയുന്നത്. പഠിക്കാം ഞാൻ അഭിനയിച്ചു. പക്ഷെ എല്ലാ പെർഫോമൻസിനും അങ്ങനെ പറ്റത്തില്ല കേട്ടോ. ഇതായതുകൊണ്ട് നമുക്ക് പെർഫോമൻസിലാണ് ഡാൻസ് കളിക്കുന്നത്. അതെ. കണ്ണനുണ്ണിയാണേ കണ്ണനാണേ കൊച്ചു കൊമ്പനാണേ വമ്പനാണേ ചേലുണ്ട് കഴിവുണ്ട് ചേറ്റുപുറം ചെവിയുണ്ട് തൂണു പോൽ കാലുണ്ട് ചൂലു പോൽ വാലുള്ള കൊമ്പനാണേ കളിക്കൊമ്പനാണേ കുട്ടനാണേ തുമ്പിക്കയ്യനാണേ. നിങ്ങളുടെ എന്താ ഉദ്ദേശം? എന്തുദ്ദേശിച്ചിട്ട് ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്? അതെന്താ അവര് സംസാരിച്ചത്? അവള് പാട്ട് പാടിയത് അത് ഞാൻ അഭിനയിച്ച് കാണിച്ചത്. ഇവിടെ വന്ന ഏത് 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 സിംഗറുടെ ഭർത്താക്കന്മാർക്ക് ഇത് പറ്റും? നമ്മളെ റിസൾട്ട് പുറകെ അറിയിക്കാം. നിങ്ങൾ ഇറങ്ങും. കോട്ടൂരിട്ട് ഇറങ്ങും. അല്ല അത് നീ പാടിയത് തെറ്റായി. ഞാൻ പാടിയതാണ്. നീ പാടിയത് തെറ്റായി. ഞാൻ പാടിയതാണ്. അല്ല നിന്റെ പാട്ടിന്റെ മിസ്റ്റേക്ക് ആണ്. നിങ്ങൾ എന്തോ അഭിനയിച്ചത്? എന്തോ അഭിനയിച്ചത്? നിങ്ങൾ എന്തോ ഇവിടെ കിടന്ന് കാണിച്ചത്? അല്ല അതെന്താ പറയുന്നത്? എന്തോ ഇവിടെ നീ കിടന്ന് സായിപ്പിനെ കാണുമ്പോ കവാത്ത് തുറക്കണം. എന്തോ ഇവിടെ കിടന്ന് കാണിച്ചത്? നിങ്ങളെ തുമ്പിക്കൈ എവിടെ? നിങ്ങളെ തുമ്പിക്കൈ എവിടെ? പിന്നെ ഇവിടെ തുമ്പിക്കൈ എങ്ങനെ കാണിക്കണത്? തുമ്പിക്കൈ കാണിക്ക് തുമ്പിക്കൈ. ഞാൻ നന്നായിട്ട് കാണിച്ചത്. നീ നന്നായിട്ടാ പാടിയത്. തുമ്പിക്കൈ പറഞ്ഞു കാണിക്കാൻ. നീ നന്നായിട്ടാ പാടിയത്. ഇങ്ങനെയാണ് നന്നായിട്ട്. എടി ഞാൻ എത്ര എപ്പിസോഡ് വന്ന് നിന്നെ ഞാൻ പൊക്കി പറഞ്ഞു. പൊക്കി പറഞ്ഞു. തുമ്പിക്കൈ കാണിക്കാൻ പറഞ്ഞു. എന്തായാലും പൊക്കി പറഞ്ഞു. തുമ്പിക്കൈ കാണിക്കാൻ പറഞ്ഞു. നിങ്ങൾ അഭിനയിക്കാൻ വന്ന അഭിനയിക്കണം. പൈസ കംപ്ലീറ്റ് ചെലവാക്കി എനിക്ക് ഒന്നും അഭിനയിക്കണം. തുമ്പിക്കൈ ഞാൻ പറഞ്ഞോടത്തോണ്ട് വീട്ടിൽ വെച്ച് തുമ്പിക്കൈ മര്യാദയ്ക്ക് കാണിക്കണം എന്നാലേ എനിക്ക് പാടാൻ അല്ല പറ്റുള്ളൂ. പോട്ടെ ചേച്ചി, ക്ഷമിക്കാം. അതിപ്പോ പിള്ളേരൊക്കെ കാണുന്ന ഒരു ഷോ ആണേ അത്. നീ എന്റെ ഭാര്യയൊക്കെ പിടിക്കുന്നത്. ഞാൻ തൊട്ടില്ല ചേട്ടാ. തുമ്പിക്കൈ കാണിക്കാൻ പറഞ്ഞ മര്യാദയ്ക്ക് കാണിക്കണം. പറഞ്ഞ മനസ്സിലായ? തുമ്പിക്കൈ കാണിക്കേ. അല്ല ഇത് എന്റെ കുഴപ്പമാണ്. ഇവളെ പാട്ട് പഠിപ്പിക്കാൻ കൊണ്ടുപോയ സ്ഥലത്ത് നിന്ന് സംഭവിച്ചതാണിത്. തുമ്പിക്കയോ? അതെ അതെ അതെ. അതെ ഇവളെ പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ ത്യാഗരാജ ഗുരുക്കളുടെ അടുത്ത് കൊണ്ടുപോയി പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ 2 മാസത്തേക്ക് അവന്റെ ഫീസും കൊടുത്ത് ഞാൻ പറഞ്ഞു പാട്ട് പഠിപ്പിച്ച് ഇങ്ങോട്ട് വിട്ടാന്ന് പറഞ്ഞു. അപ്പൊ എന്തിന് ഒരു കാര്യത്തിന് നിന്നല്ല അവൾ എന്തിനു ശല്യം ചെയ്യണമെന്ന് എനക്കൊക്കെ ഞാൻ പറഞ്ഞു വിട്ട്. പാട്ട് പഠിച്ച് ഒരു 2 മാസം കഴിഞ്ഞ് വീട്ടുകാരിന്നപ്പോ ഇവളെ ശൈലിക്കൊക്കെ ഒരു മാറ്റം, നോട്ടത്തിനൊരു മാറ്റം. അപ്പോൾ ഞാൻ പറഞ്ഞു നീ ഏതായാലും 2 മാസം കൊണ്ട് പഠിച്ചതല്ലേ, ആ പഠിച്ചതൊക്കെ ഒന്ന് കാണിക്കാൻ പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. കണ്ണൂർ നോക്കുമ്പോൾ ഞാൻ കോട്ടയ്ക്കൽ ആര്യവദ്യശാല കിടക്കാം. നീ എന്താണെന്ന് ചോദിച്ചു. എന്നെ പാട്ട് പഠിപ്പിക്കാൻ കൊണ്ടുവിട്ടത് എവിടെയെന്ന് അറിയാമോ? ആ സംഘടന ത്യാഗരാജന്റെ അടുത്ത്. പിന്നെ ഞാൻ എനിക്ക് പഠിപ്പിച്ചതല്ലേ കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ആദ്യം ഞാൻ ത്യാഗരാജനെ മാത്രമേ കണ്ണ് തുറന്ന് നോക്കണമായിരുന്നു. കണ്ണ് തുറന്ന്. ചേച്ചിയുടെ എന്റെയും കണ്ണു ഒരേ പോലെ ഇരിക്കണു. ഉണ്ടക്കണ്ണാണല്ലോ എന്റെ ഉണ്ടക്കണ്ണ. ചേട്ടാ ചേച്ചി ഇവിടെ അധികം നേരം നിർത്തണ്ട കേട്ടോ. ഞാൻ എന്നെ നാണം കെടുത്തി. ഈ ഫ്ലോറിൽ വെച്ച് നാണം കെടുത്തി. അത് ഞാൻ ചാവാൻ പോകണം. ചില സമയത്തേ വരുള്ളൂ. ആ സമയത്ത് എനിക്ക് വിറയായിരുന്നു. കാര്യം ഇവരെയൊക്കെ മുമ്പിൽ എനിക്ക് പാടാനേ. ഓ അതാണ് ഈ ടെൻഷൻ. ടാലന്റ് ഉണ്ട് ഞാൻ അങ്ങനെ പാടുന്ന ഒരാളല്ല. എന്നാ അങ്ങനെ പാട്ട് പഠിക്കുന്നേ ഉള്ളൂ. നല്ല പാട്ട് പാടി നല്ലൊരു പാട്ട് പാടി കേൾക്കാം. ഇങ്ങോട്ട് വരരുത് കേട്ടോ. ആ 4 പേര്. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടി പോയി നീളേ താഴെ കതിരാർന്നു പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടി പോയി. അത് കളിക്കി. സാർ ഞങ്ങൾക്ക് ഇനി ഇവിടെ ഇരിക്കാമല്ലോ. ഇനി ഇവിടെ ഇരുന്ന് ഇവരുടെ ഇടയിൽ നിന്ന് കുറച്ച് പാട്ടൊക്കെ പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരാം. ഞാനൊന്ന് കേട്ട് പഠിക്കട്ടെ പാട്ട്. ഇവര് കണ്ടസ്റ്റൻസിന്റെ ഇടയിൽ ഇരുന്ന് വേണമെങ്കിൽ ഒന്ന് കേട്ട് പഠിച്ചോട്ടെ. അല്ലേ അതല്ലേ നല്ലത്. അത് നീ എന്റെ മാനകാലത്ത് അതെ ഞാൻ വിചാരിച്ചേ മറ്റൊരു തന്നെ ഇറങ്ങിപ്പോയി നമ്മളെ വില പോയനെ. ഈ 2 പേര് പാടിയപ്പോ പേടിച്ചിരിക്കാണ്. ഒക്കെ നമുക്ക് തന്നെ എന്തൊക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹ കേട്ടാ. എന്റെ ഭാര്യയാണ് ശ്രദ്ധിച്ചോണേ. ശ്രദ്ധിച്ചോണം. അതെ അല്ല അവരെന്തിനാ ശ്രദ്ധിക്കുന്നേ? അവരൊന്നും ചെയ്യൂല. അല്ലല്ല അവരെ ശ്രദ്ധിക്കാനില്ല. നിങ്ങളെ ആഭരണം ശ്രദ്ധിച്ചോണം. കാത്തു കള്ളിയാണ്. അതുകൊണ്ടാണ് പറയുന്നത്. പൊക്കി പറഞ്ഞല്ലേ. ഓക്കെ ഞാൻ എവിടെ അത് നടക്കില്ല. അവിടെ ഗ്രൂമേഴ്സ് ഇരിക്കുന്നതാ. പിന്നെ അവര് മാത്രം പഠിച്ചാ പിന്നെ എനിക്ക് പഠിക്കണ്ടേ? ഇത് നൈസായിട്ട് സുമി ചേച്ചിനെ ഒഴിവാക്കിയിട്ട് അവിടെ പോയി ഇരിക്കാനുള്ള പരിപാടിയാണ്. ഇവര് 2 പേരുടെ ഹസ്ബൻഡ്സ് ഒന്ന് വെളിയില് തങ്കുചേട്ടനെ അടിക്കാൻ വെയിറ്റ് ചെയ്യാം. 2 അടി കൊണ്ടാലെന്തേ?
ഒരു കുഴപ്പമില്ല. ചേട്ടൻ ഇവിടെ ഇരിക്കുന്ന അവർ കുഴപ്പമുണ്ട്. സാരമില്ല, അത് ഞങ്ങൾ തമ്മിൽ ഇത് കഴിഞ്ഞ ചേട്ടൻ ഞങ്ങൾ റബ്ബർ തോട്ടത്തിൽ കാണും. അണ്ണാ എന്തോന്നു ഞങ്ങൾ റബ്ബർ തോട്ടത്തിൽ കാണും. വീട്ടിലോട്ട് വാ തരാം. നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണം. അതായത് ഇവിടെ ദേ നമ്മുടെ മക്കു, നമ്മുടെ സുമചേച്ചി ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണല്ലോ, അതായത് നിങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ച് ആദ്യമായിട്ടാണല്ലോ. അപ്പൊ നമ്മൾ ഇതിനെ കുറിച്ച് പറഞ്ഞു കേട്ടില്ല. നമ്മൾ പുതിയൊരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എനർജി കുറവുള്ളതുപോലെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മൾ ഫ്രാ ഫുഡ്സിന് ഓട്സ് ഉണ്ട്. അതായത് അവരുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ആണ്. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ വീട്ടുജോലി ചെയ്യാനുള്ള പ്രശ്നം അത് ഇത് അങ്ങനെ കുറെ ഉണ്ടല്ലോ. അപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്തൊക്കെ നീ ഉണ്ടാക്കും ഞാൻ ഉണ്ടാക്കുന്ന അടികൂടേണ്ട ആവശ്യമില്ല. ഈസി പണിയാണ്. അപ്പൊ ഫിറ ഫുഡ്സ് എന്തായാലും ട്രൈ ചെയ്യുക. നല്ല ഹെൽത്തി ആണ്, എനർജറ്റിക് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ മത്സരം തുടർന്നാലോ? ഫ്രണ്ട്ഷിപ്പ് വൈബിലാണ് അടുത്ത മത്സരാർത്ഥി ഇവിടെ പാടാൻ വരുന്നത്. ലെറ്റ്സ് വെൽക്കം അഞ്ജു. അക്കരെ ഇക്കരെ അല്ലിക്കാട്ടിൽ ചക്കര മാമ്പഴമുണ്ടോ കാറ്റിൽ ഇത്തിര വള്ളിയിൽ ഊഞ്ഞാലുണ്ടോ ഇക്കിളി കൂട്ടണ പീലികളുണ്ടോ മിന്നൽ കൈവള ചാർത്തി മഴവില്ലൂഞ്ഞാലാടും മാരിക്കാർ മുകിലാളെ പോരൂ അമ്പിളി വട്ടം തേടി രാപ്പുഴയോരത്തോടി കുമ്പാളത്തോണിയേറി പോകാൻ വാ ചിമ്മാനത്തുണ്ട് ഞങ്ങൾ കമ്മാനക്കാവ് അവിടൊരു താഴ്വാരത്തുണ്ട് ഞങ്ങളുടെ അമ്പൽ പൂവീട് ആതിര താഴിക കളിവീട് മിന്നൽ കൈവള ചാർത്തി മഴവില്ലൂഞ്ഞാലാടും മാരിക്കാർ മുകിലാളെ പോരൂ അമ്പിളി വട്ടം തേടി രാപ്പുഴയോരത്തോടി കുമ്പാളത്തോണിയേറി പോകാൻ വാ ചാര 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 അടുത്തിങ്ങു വന്നാൽ വിട ചൊല്ലിപ്പോവല്ലേ അകന്നു നീ എങ്ങോ ദൂരെ പോവല്ലേ പരിഭവം കൊണ്ടു നിൻ കടമിഴികൾ നനയല്ലേ ഒരു വാക്കും മിണ്ടാതിങ്ങോ മറയല്ലേ കൂട്ടിനു കന്നി നിലാവുണ്ടേ കരിമഷിയിട്ട കിനാവുണ്ടേ കാണാക്കിളി മൊഴിയുണ്ടേ ചന്ദനമാമലയിൽ പൂക്കണ ചന്ദനം പൂക്കട മാമലയിൽ മിന്നൽ കൈവള ചാർത്തി മഴവില്ലൂഞ്ഞാലാടും മാരിക്കാർ മുകിലാളെ പോരൂ അമ്പിളി വട്ടം തേടി രാപ്പുഴയോരത്തോടി കുമ്പാളത്തോണിയേറി പോകാൻ വാ ഹേ ഹേ പടിപ്പൊന്നുവാതിൽ പടിയേറിപ്പോരുമ്പോൾ എനിക്കെന്തു നൽകും നീ എൻ കൂട്ടാളി ഇലത്തുമ്പിലായിരം കറി വെച്ചു വിളമ്പാൻ ഞാൻ പെരുവിച്ചു കളഞ്ഞീ കല്ലേ വീട്ടാളി പുലരിത്തുമ്പച്ചോറുണ്ടേ അന്തിച്ചൊപ്പിൻ ചാരുണ്ടേ കൽക്കണ്ട കുന്നുണ്ടേ ചെമ്പകമാളികയിൽ ഞങ്ങളുടെ ചെമ്പകമാളികയിൽ ചെമ്പകം പൂക്കട മാളികയിൽ മിന്നൽ കൈവള ചാർത്തി മഴവില്ലൂഞ്ഞാലാടും മാരിക്കാർ മുകിലാളെ പോരൂ അമ്പിളി വട്ടം തേടി രാപ്പുഴയോരത്തോടി കുമ്പാളത്തോണിയേറി പോകാൻ വാ ചിമ്മാനത്തുണ്ട് ഞങ്ങൾ കമ്മാനക്കാവ്
പുഴയോരത്തോടെ കുമ്പാളത്തോണിയേറി പോകാൻ വാ. ഹായ് അഞ്ജു, എങ്ങനെ പാടാൻ തോന്നി? ഇതിന്റെ തന്നെ ക്രിയേറ്റർ ഉണ്ട്. ഔസേപ്പ് ബച്ചൻ ഇത് സാർ എങ്ങനെ ഇത് അങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ഭയങ്കര ക്രിയേഷൻ ആയിട്ടുള്ളതല്ല. ഇതാ ഒരു കുട്ടികൾ സൈക്കിളൊക്കെ ഓടിച്ച് പോകുന്ന നേരത്തേക്കുള്ള ഒരു സിമ്പിൾ സോങ് ആണ്. എങ്കിലും അതിൽ സുജാത ചേച്ചി കുറച്ച് സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, ഇതിപ്പോ എവിടുന്നാ വരുന്നത്? ജർമ്മനിയിൽ നിന്ന്. മോഡേൺ അഞ്ചുവാ. Day by day ശരിക്കും മോഡേൺ ഞെട്ടിച്ചോണ്ടിരിക്കുക. ഈ ഒരു രൂപമാണോ ശരിക്ക്? പുറമെ ഞാൻ അല്ല ഇതിന്റെ ആദ്യമായിട്ടാണോ അല്ല ആദ്യമായിട്ടല്ല ജീൻസ് ഇടാറുണ്ട്, പക്ഷെ ഇത്ര അല്ല ജീൻസ് എന്നല്ല, ഈ ഇതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ആദ്യമായിട്ടോ. ആദ്യമായിട്ടാണല്ലേ ഇത്? ഇത് നല്ല മാച്ചിങ് ആണ്, താങ്ക് യു സർ. അടിപൊളിയായിട്ട്. ആ ആറ്റിറ്റ്യൂഡ് ആ പാട്ടിലുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു സർ. ഈ പാട്ട് പാടുമ്പോൾ ആ ഒരു നല്ല സ്റ്റൈലൈസ്ഡ് ആയിട്ട് പാടി. ഇതിൽ ആ പാടം ഞാൻ ശ്രദ്ധിക്കുന്നത്, അഞ്ചു സാധാരണ ഇവിടെ എല്ലാവരും കോമ്പറ്റീഷൻ വന്നിട്ട് പാട്ടല്ലേ പാടുന്നത്, അഞ്ചു കണ്ടക്ട് ചെയ്യായിരുന്നു. അതെ. അഞ്ചു പാട്ട് പാടുന്നതിനൊപ്പം കോറസ് അത് ഇറ്റ് ഇസ് എ ടഫ് ജോബ്. കാരണം അല്ലേ, അപ്പൊ ആ കോൺസെൻട്രേഷനും കൂടി വെക്കണം. എവിടെയൊക്കെയാണ് ഹമ്മിങ് വരുന്നത്, പാട്ടിന് നടുവിൽ ചെറിയ ഗ്യാപ്പിൽ പാട്ട് ആലോചിക്കാനോ ലൈൻസ് ആലോചിക്കാനോ നേരമില്ല. അവർ പാടുന്നുണ്ടോ എന്ന് നോക്കണം, അവരെ കൊണ്ട് പാടിപ്പിക്കണം. കോറസും കൊള്ളാം, നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അഞ്ചു നന്നായിട്ട് പാടി. ആകപ്പാടെ അവിടെ ഇവിടെയൊക്കെ കുറച്ചൊരു ട്യൂണിങ്ങിന്റെ പ്രോബ്ലം ഉള്ളൂ. അത് എനിക്ക് തോന്നുന്നത് ഈ ശ്രദ്ധ കുറച്ച് കൂടുതൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ടുണ്ടായിട്ടുള്ളതാണ്. അപ്പൊ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് അഞ്ചു. താങ്ക് യു സർ. താങ്ക് യു. Thank you so much. നല്ല ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. നല്ല ആ പാട്ടിന് വേണ്ടത് എനിക്ക് തോന്നുന്നു ഈ ഡ്രസ്സും കൂടെ അതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് വേണേ പറയാം. അതെ അല്ലേ? അതെ. സൂപ്പർ ആയിട്ട് പാടി. ഇടയിൽ ഒരു മിണ്ടാതെ എങ്ങും മറയല്ലേ, അങ്ങനെ ചെറിയ 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 അല്ലേ ചെറിയ- സ്ഥലം, അതൊന്നും നമുക്ക് അല്ല, അത് കാര്യമാക്കണ്ട. മെയിൻ ആയിട്ട് എന്താണ് അതിന്റെ ഇടയിൽ കൂടെ ഒക്കെ ഇവിടെ കണ്ടക്ടിങ് വേറെ. അതെ, ഒരേ നേരത്തെ എത്ര ജോലിയാ അല്ലേ? അതെ. അല്ല, എനിക്ക് അതിന്റെ ബുദ്ധിമുട്ട് നന്നായിട്ട് അറിയാം. എന്റെ ആദ്യത്തെ പാട്ട് എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു, ബഡ്ജറ്റ് ആയതുകൊണ്ട്. അതായത് ദേവദൂതർ പാടി ആ. അത് എടുത്തു. എന്റെ ആദ്യത്തെ പടമാ, റെക്കോർഡ് ചെയ്തു, ഫുൾ ഓർക്കസ്ട്ര വയലിൻ സീക്വൻസ് എല്ലാം വെച്ചിട്ട് എടുത്തു. ഇത് കഴിഞ്ഞിട്ട് ഷൂട്ടിങ്ങിന് പോയി. ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞപ്പോൾ ഡയറക്ടർ ഭരതേട്ടൻ വന്നിട്ട് പറഞ്ഞു, നമുക്ക് ആ പാട്ട് ഒന്നുകൂടി എടുക്കണം. പുള്ളിയുടെ സ്ക്രിപ്റ്റ് വൈസ് കുറച്ച് മാറ്റങ്ങൾ, ആ പിള്ളേരൊക്കെ വന്നിട്ട് ഒരു അടിപൊളി ഒരു ക്രിസ്മസ് രാവ്, ഇതെല്ലാം മറ്റേത് അങ്ങനെ ഉണ്ടായിരുന്നില്ലേ. മൊത്തത്തിൽ ഒരു ആ പള്ളിയിൽ മമ്മൂട്ടിയും സരിതയൊക്കെ നിന്ന് പാടുന്ന ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അതിൽ നിന്ന് കുറച്ച് കുട്ടികളുടെ കൊറിയോഗ്രാഫി ഒക്കെ ചേർക്കണം എന്ന് പറഞ്ഞിട്ട് ടോട്ടലി ഈ രണ്ടാമതെടുക്കണം. അപ്പോൾ അതെനിക്ക് സന്തോഷമുള്ള കാര്യം, രണ്ടാമതെടുക്കാം. പക്ഷെ കാശ് ഇല്ല, വളരെ ലോ ബഡ്ജറ്റ്. കാരണം പ്രൊഡ്യൂസറുടെ ആദ്യത്തെ പടമാണ്, സെവൻ ആർട്സ് വിജയകുമാറിന്റെ. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ അവർക്കൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ശരി, അതിനെന്ത് ചെയ്യാം, കണ്ടക്ടർ വേണ്ടാന്ന് വെച്ചു ആദ്യം. ഞാൻ തന്നെ കണ്ടക്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഉള്ളില് ഭരതേട്ടൻ ഇരുന്നിട്ട് അത് ടേക്ക് പറയും, കറക്റ്റ് ആണെങ്കിൽ പുള്ളി ഓക്കെ പറയും. അത് കഴിഞ്ഞ് റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് പിന്നെ വായിക്കാനോ ഒരുപാട് ഓർക്കസ്ട്ര വായിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഒരുപാട് ഓർക്കസ്ട്ര തോന്നിക്കും വേണം. അതിന് പറ്റിയ ഒരാളെ കണ്ടുപിടിച്ചു, ഒരു കൊച്ചു പയ്യൻ, ട്രൗസർ ഇട്ടിട്ടാണ് വന്നത്, ദിലീപ് എന്നാണ് പേര്. സ്കൂൾ വിട്ട് വന്നതാ വായിക്കാൻ. പക്ഷെ അത്രയും ഗംഭീരമായിട്ട് വായിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അന്ന് മുതലേ ദിലീപിൻ്റെ പ്ലേയിങ്ങും ടോൺ സെലക്ഷൻ. അപ്പം അത് ദിലീപായി. പിന്നെ എൻ്റെ കൂടെ എന്നും ഒരുപാട് എൻ്റെ ആദ്യ പാട്ടുകൾ തൊട്ട് കമ്പോസിങ്ങിന് എൻ്റെ കൂടെ ഇരുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഗിറ്റാറിസ്റ്റ് ഇൻ ഇന്ത്യ, ഇപ്പം നമ്മളോടില്ല, ജോൺ ആൻ്റണി. ഔട്ട്സ്റ്റാൻഡിങ് മ്യൂസിഷ്യൻ. ബാക്കിൻ്റെ കൺസെർട്ടോ വയലിൻ ഇതൊക്കെ ഗിറ്റാറിൽ വായിക്കും. അന്ന് എത്ര കൊല്ലം, 45 കൊല്ലം മുമ്പ്. അപ്പം അങ്ങനെ ഒരു വ്യക്തി. പിന്നെ ഡ്രം വായിക്കാൻ ഒരു ചെറിയ ആളെ കിട്ടിയുള്ളൂ, ശിവമണീനെ. 3 പേര്. ഞാൻ കണ്ടക്ട് ചെയ്യും. അതിൻ്റെ ഇടയിൽ കൂടെ നടുവിലൊരു വയലിൻ ബിറ്റും. അപ്പോൾ കണ്ടക്ട് ചെയ്യുക, കൂടെ വയലിനും വായിക്കുക, ഈ പണിയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ അത് കാരണം ഭയങ്കര തലവേദനയാണ്. കാരണം വയലിന് എടുത്ത് ശരിക്കും ഞാൻ വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കണ്ടക്ടിങ് തെറ്റും, അവരുടെ പ്ലേയിങ് പോകും, കോർഡിനേഷൻ. അപ്പോൾ ഇതെല്ലാം കൂടി ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം. അതുകൊണ്ട് പെട്ടെന്ന് ഓർമ്മ ഒന്നും. എൻ്റെ ആദ്യത്തെ പടത്തിലെ അതാണ് അനുഭവം. അപ്പോൾ എന്തായാലും എക്സലന്റ്. താങ്ക് യു സോ മച്ച്. ശിവാംഗി, ഞാൻ നിറയെ കമന്റ്സ് മൈൻഡിൽ വെച്ച് എല്ലാം മറന്നുപോയി. അനുഭവം പറഞ്ഞപ്പോ ഞാൻ അതിൽ മുഴുകിപ്പോയി. സാറിന്റെ പാട്ട് സൂപ്പർ സാർ. ഞാൻ ഇപ്പോഴാണ് ഒരു ഫ്യൂ ടൈംസ് ആണ് കേട്ടിട്ടുള്ളത്. ബട്ട് ചേച്ചി ആദ്യമായിട്ട് ഇത് ഈ കോട്ടെല്ലാം എടുത്തു പറഞ്ഞു. അതെ അതെ. ചേച്ചി എന്താണ് ചെയ്യുന്നത്?
ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യാണ്. ബാങ്കിൽ വർക്ക് ചെയ്തിട്ട് അപ്പൊ ഡെയിലി ചുരിദാർ ഞങ്ങൾക്ക് ഇതൊന്നും ഇടാൻ പാടില്ല. ശരി ഓക്കെ. അപ്പൊ ബട്ട് ഇനി തൊട്ട് നമുക്ക് ഫുള്ള് ഇങ്ങനെ ഇട്ട് ഭയങ്കര Explore സ്റ്റൈൽ ചെയ്യാം. ഇട്ട് അതെ. എക്സ്പ്ലോർ ചെയ്ത് ആ. ആൻഡ് ചേച്ചിയുടെ പെർഫോമൻസ് എനിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര കോൺഫിഡൻസ്. ഇല്ല ഇത് ഇനി full- ചേച്ചി ഫസ്റ്റ് ഹാഫ് ഭയങ്കര ദൈവികതയായിട്ട് പെൺമൈ, സെക്കൻഡ് ഹാഫ് ഫുൾ റോക്ക് സ്റ്റാർ ഓക്കെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ജഡ്ജസ്. നമുക്ക് മാർക്സിലേക്ക് കിടക്കാം. ഓക്കെ. അഞ്ചു ചേച്ചിയുടെ മാർക്ക് 90 പ്ലസ് 4 ഒന്ന് അല്ലേ? ഇത്ര നല്ല കമന്റ്സ് ഒക്കെ പറഞ്ഞിട്ട് ഓക്കെ, അപ്പൊ എന്തായാലും 94 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് റൗണ്ടിൽ എത്രയായിരുന്നു? 93.5. ഓക്കെ, 0.5 വ്യത്യാസമാണ്. അതെ. ഇമ്പ്രൂവ് ആയി. അതെ. അപ്പൊ എന്തായാലും നമുക്ക് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. Okay. ഓക്കെ, ഓൾ ദി താങ്ക് യു സോ ബെസ്റ്റ്. മച്ച്. ഇനി വരാൻ പോകുന്ന ആള് നിസരിയാണ്. ആഹാ. വരാൻ പോകുന്നത് ഏത് റൗണ്ടാ? Legends Hits. സാഗരമേ ശാന്തമാകനീ സാന്ധ്യരാഗം മായൊന്നിതാ ചൈത്രദിനവധു പോകയായി ദൂരയാത്ര മൊഴിയുമായി സാഗരമേ ശാന്തമാകനീ
എങ്ങനെ പാടിയും തോന്നി? കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. ടെൻഷൻ ഉണ്ടത് എന്തിനാണ് ടെൻഷൻ? ദാസേട്ടന്റെ പാട്ടാണ്. ആ. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എടുക്കാൻ വേണ്ടിട്ട്. ഫസ്റ്റ് ടൈം ആണോ ദാസന്റെ ഫസ്റ്റ് പാട്ട്? ടൈമാണ് ദാസേട്ടന്റെ പാട്ട്. ഓക്കെ. ആദ്യമായിട്ടാണ് ടെൻഷൻ അടിക്കുന്നത് അല്ലേ? അതെ. കുഴപ്പമില്ല, നമുക്ക് ഔസേപ്പച്ചൻ സാറിനോട് ചോദിക്കാം. സർ, ടെൻഷൻ പാട്ടിന് ബാധിച്ചോ സാർ? ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. അതെ. ഇത് ഈ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുമ്പോ വലിയ എന്താ പറയാ സംഗതികളും ഇതൊന്നും ഉള്ളതൊന്നല്ല പ്രത്യക്ഷത്തിൽ ഓഡിയൻസ് പോയിന്റ് ഓഫ് വ്യൂല്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ദാസേട്ടൻ പാടി വെച്ചിരിക്കുന്നു. അല്ലെങ്കിൽ സലിൽ ചൗധരിയുടെ കമ്പോസിഷനിൽ ദാസേട്ടൻ പാടിയിരിക്കുന്നത് ഈ പാട്ടിലത്തെ സംഗതികൾ ഈ പാട്ടിനു വേണ്ടി മാത്രം എക്സ്ക്ലൂസീവായി ഉണ്ടായിരിക്കുന്ന സംഗതികളാണ്. ഈ പാട്ടിലത്തെ സംഗതികൾ വേറൊരു പാട്ടും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സ്പെഷ്യൽ സോങ് ആണത്. ഇതെടുത്ത് പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ച് കോമ്പറ്റീഷന് വരുമ്പോൾ നമ്മൾ ആ ദാസേട്ടൻ പാടിയതുമായിട്ടൊന്നും ചെറിയ നമ്മൾ ഉള്ളിൽ ഇങ്ങനെ കാണുമല്ലോ കമ്പാരിസൺ. ഒരാൾക്കും പാടാൻ പറ്റില്ല അതങ്ങനെ. അപ്പോൾ ആ പേടിച്ചതിൻ്റെ കാര്യം വളരെ ന്യായമാണ് കേട്ടോ. ഒട്ടും ഞാനതിനെ കുറ്റം പറയില്ല. ടെമ്പോ കുറച്ച് സ്ലോ ആയിട്ടുണ്ടോ? കുറച്ച് സ്ലോ ആക്കി. അതെന്തിനാ സ്ലോ ആക്കിയത്? അതുകൊണ്ടാണ് പല സംഗതികളും നമുക്ക് വ്യത്യസ്തമായിട്ട് തോന്നുന്നത്. ഇങ്ങനെ ദാസേട്ടൻ നല്ല ഇങ്ങനെ കിടുകിടുന്ന് പറയാം. അപ്പോൾ എന്താണ് ശാന്തം അവിടെ ഇങ്ങനെ അങ്ങനെ സംഗതികളുണ്ട്. പിന്നെ ഒരു സ്ഥലത്ത് ഇങ്ങോട്ടൊരു സംഗതി ഉണ്ട്, അത് പാടിയില്ലല്ലോ. ടെൻഷൻ വന്നിട്ട് അവിടുത്തെ കുറെ സംഗതികളായിട്ട് കുറെ സംഗതി അത് സിമ്പിളാ. അത് ഞാൻ പാടുന്നു നോക്കണ്ട, അത് പിന്നെ പാടിയ കറക്റ്റ് ആയിരിക്കും. ഇതാണ് ഈ ഗ്രാഫാണത്. അത് വന്നാൽ അത് ഭയങ്കര സുഖമുള്ളൊരു സ്ഥലമാണ്. ചൈത്ര വിഭജിക മൂകയായി. അതൊന്ന് പാടാമോ? അതെന്താണത്? ചൈത്ര വിപഞ്ചിക മൂകമായി. അതെ, പക്ഷെ എന്നാലും ആ പോകുന്ന പോക്കിലുള്ള സംഗതി ക്ലാരിറ്റി വേണം. ഒരു സംഗതി അവിടെ കൂടണമെന്നൊന്നുമില്ല, അത് മതി, അത്രേ ഉള്ളൂ. അതുപോലെ എൻ്റെ അടുത്തത് എന്റെ മൗന സമാധിയാ. ഇത് ആർക്കാ? ഇത് എന്തിനാ ഒളിച്ചു വെച്ചേ? ടെൻഷൻ. ടെൻഷൻ. ഇതിൽ ആ പാട്ടിന്റെ ഏറ്റവും നല്ല പോർഷനാണത്. ദാസേട്ടൻ പാടിയിരിക്കുന്നത് കുറച്ചുകൂടി കണക്റ്റീവ് ആണ് കേട്ടോ. പക്ഷെ എന്തായാലും ഓൾമോസ്റ്റ് അയ്യോ അതെ. അത് വിഷുപക്ഷി ഏതോ എങ്ങനെയാ പറഞ്ഞത്? ഏതോ അങ്ങനെ എന്തോ വിഷുപക്ഷി ഏതോ കൂട്ടിൽ. വിഷുപക്ഷി ഏതോ സംഗതിയല്ല, ഏതോ കൂട്ടിൽ. ഏതോ കൂട്ടിൽ എന്നല്ല, ഏതോ കൂട്ടിൽ. ദോന് ദീർഘം കുറവുണ്ടല്ലേ? ആ ശരി, അതുകൊണ്ടാണ് എനിക്കത് തോന്നിക്കുന്നത്. ദോ കുറച്ചുകൂടി ദീർഘം വരാം, പക്ഷെ അത് ബംഗാളി കമ്പോസർ എഴുതി വരുന്നു. പക്ഷെ ദാസേട്ടൻ പാടി കേൾക്കുമ്പോൾ അതൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ബാക്കി എല്ലാം നന്നായിട്ട് തന്നെ പാടിയിരിക്കുന്നത്. ആ ഒരു ടെൻഷൻ ഉള്ളത് കൊണ്ട് ഫീല് മുഴുവനും ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല. എസ്പെഷ്യലി യു നിസരി എന്ന് പറയുന്നത് നമ്മളുടെ എത്രയോ പാട്ടുകളും ഞങ്ങളെ ഞെട്ടിച്ച് ഞങ്ങളെയൊക്കെ സീറ്റിൽ നിന്ന് എണീപ്പിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഒരുപാട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടുമാണ്. ഞാനത് നിസരിയുടെ ശബ്ദത്തിൽ, ദാസയുടെ ശബ്ദത്തിലാണ് കേൾക്കുന്നത്. നിസരിയുടെ ശബ്ദത്തിൽ കേൾക്കാനായിട്ട് ഇനിയൊരു അവസരത്തിൽ നല്ല രീതിയിൽ ഗംഭീരമായിട്ട് ടെൻഷനിലാണ്ട് പാടി കേൾക്കുന്നത് എനിക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സാർ. ശരി, ഒരു കാര്യം തോന്നിയത്, ഇപ്പൊ സാറെല്ലാം പറഞ്ഞു, ഞാൻ അത് പറയുന്നില്ല. എനിക്ക് തോന്നിയത് നിസരി ഓപ്പൺ ക്ലോസ് ഇങ്ങനെ ഒരു ലൈനിൽ തന്നെ ഇങ്ങനെ ഏതോ കിളിനാദം കേണു എന്നുള്ളൊരു മോള് പാടുമ്പോ ഏതോ കിളിനാദം കേണു ഇങ്ങനെ. പേര് ക്രഷൻഡോ. അത് ഇച്ചിരി കൂടുതൽ ആയിട്ട് എനിക്ക് തോന്നി ഈ പാട്ടിൽ. പലതും സാഗരമേ ശാന്തമാകുന്നേ, അവിടെ ആ വോയിസ് ലെവലിനെ കുറിച്ചാണ് ഞാൻ പറയണത്. അത് ഒരു ഇത്രയും ഇത് വേണോ എന്ന്. കാരണം അത് ഈ ചില പാട്ടിന്റെ ഭാവത്തെ അത് ബാധിക്കും എന്ന് എനിക്ക് തോന്നി. ചില പാട്ടുകൾക്ക് അത് ഉറപ്പായിട്ടും വേണം. ഇപ്പൊ ദാസേട്ടന്റെ അത് കേട്ടാലും അദ്ദേഹം അങ്ങനെ ചുമ്മാ അങ്ങനെ പാടുകയാണ്. അപ്പൊ അത് കേട്ട് പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്കത് അത്രയും വേണ്ടാന്ന് എനിക്ക് തോന്നി. ഇപ്പൊ പല്ലവിയൊക്കെ തിരിച്ചു കേട്ടു കുറെ ഈ സംഭവങ്ങൾ ഡിക്രഷൻഡോ കേറി കൂടുകയും ചില സ്ഥലത്ത് അത് രസമുണ്ട് കേട്ടോ കേൾക്കാൻ. പക്ഷെ ത്രൂ ഔട്ട് വരുമ്പോഴേ അതൊരു എനിക്ക് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു അത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. ബാക്കിയെല്ലാം സാറ് പറഞ്ഞു നല്ല. ഞാൻ നിസരിയുടെ സൗണ്ടിന്റെ ഭയങ്കര ഫാനാണ്. അതിന് നിസരിയുടെ പാട്ടിനെ ഞാൻ ഫാനാണ്. ഒരു ഇതിൽ എനിക്ക് ഈ ഒരു കാര്യം ചില പാട്ടുകൾക്ക് മാത്രം, ചില പാട്ടുകൾക്ക് ഓപ്പൺ ക്ലോസ് അതത്രയും വേണ്ടാന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. നിസരിയുടെ വേർഷൻ ഓഫ് സാഗരമേ ശാന്തമ
അത് ഇനി ഒന്നുകൂടെ കുറച്ചുകൂടെ നന്നായിട്ട് സാറിനെ പോലെ തന്നെ ഞാനും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നമുക്ക് കേൾക്കാം. അതെ. തീർച്ചയായിട്ടും. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. താങ്ക് യു ബിന്നി ചേച്ചി. നിസരി ചേച്ചിയുടെ ഫാന് ഞാൻ പോയ എപ്പിസോഡിലെ ആയി. അതും ഞാൻ രേഷ്മ ചേച്ചിക്ക് എന്ത് പറഞ്ഞ നിസരി ചേച്ചി പാടിയ ടേപ്പ് റെക്കോർഡർ മരിയാണ്. അമ്മ പറഞ്ഞ മാതിരി ഭയങ്കര ബ്രൈറ്റ് ആയ ഒരു വോയിസ്. ഓൾസോ ഈ പാട്ട് വന്ന് ഭയങ്കര പൊടി സംഗതിയില്ലാണ്ട് ഓബിയസ്ലി ആ ടെൻഷൻ ഉണ്ടാവും. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു. കുഴപ്പമില്ല, നമുക്ക് ഒന്ന് പോയ എപ്പിസോഡിന്റെ ദൃഷ്ടിന്ന് നമുക്ക് വെക്കാം. പോയ എപ്പിസോഡ് ഭയങ്കര ഉണ്ടായിരുന്നു. ഒരു വിഷയം നല്ലായിരുന്ന, ഇന്നൊരു വിഷയം നമുക്ക് അങ്ങനെയാ അതെ, പോയ എപ്പിസോഡ് നല്ല. ഇതിന് മുന്നത്തെ റൗണ്ടിലൊക്കെ 98, 99 ഒക്കെ തന്നെ ഇതൊരു ചുമ്മാ ഒരു ബ്ലാക്ക് ഒരു ദൃഷ്ടി. അത് നമുക്ക് അടുത്ത എപ്പിസോഡ് പൊളിക്കാം. തീർച്ചയായിട്ടും. ഒരു കുത്തിട്ട് അല്ലെങ്കിൽ നോക്കുത്തിയായിട്ട് മീനാക്ഷിനെ നിർത്താം പാട്ട് പാടുമ്പോ. കണ്ണു കിട്ടാണ്ടിരിക്കും. ശിവാങ്കി ചിരിച്ചു. ചിരി കണ്ട ഇവിടെ ഒരു മനുഷ്യൻ ചിരിച്ചില്ല, പക്ഷെ ശിവാങ്കി ചിരിച്ചു. അത് അർത്ഥം മനസ്സിലാവാത്ത. ഞങ്ങളുടെ മനുഷ്യനെ വന്ന് ദൃഷ്ടി ബൊമ്മയായിട്ട് വെക്കാന്നല്ലേ പറഞ്ഞു. ഓക്കെ, അപ്പൊ നിസരി എന്തായാലും ജഡ്ജ്മെന്റ് കുഴപ്പമില്ല, നല്ല കുഴപ്പമില്ലാത്തൊക്കെ ജഡ്ജ്മെന്റ് ഒക്കെയാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് എന്തായാലും മാർക്സ് നോക്കാം. നിസരി ചേച്ചിയുടെ മാർക്ക് 93. താങ്ക് യു. നിസരി 93 ആണ് ഈ റൗണ്ടിൽ ലഭിച്ചിരിക്കുന്നത്. അതെ, നമുക്ക് കഴിഞ്ഞ റൗണ്ടിൽ 98 ആയിരുന്നു അല്ലെ, ഈ റൗണ്ടിൽ 93. കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഓക്കെ, കുറച്ച് മാർക്ക് കുറഞ്ഞു, കുഴപ്പമില്ല. വിഷയല്ല. നമ്മള് ഇതൊക്കെ നിസ്സാരം അല്ലേ. അതെ. നമുക്കറിയാലോ ചെറിയൊരു ടെൻഷൻ അടിച്ചു പോയത് കൊണ്ടാണ്. അപ്പൊ അടുത്ത പ്രാവശ്യം ടെൻഷൻ അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരാം. ഓക്കെ. ഓക്കെ, ഇനി പറഞ്ഞ ടെൻഷൻ കൂട്ടണ്ട അല്ലേ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇനി നമ്മുടെ അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ലെജൻസിന് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള റൗണ്ടാണ്. ലെജൻസ് ഹിറ്റ്സ് റൗണ്ടിൽ പെർഫോം ചെയ്യാനായി എത്തുന്നു സാൻഡ്ര. കാത്തിരുന്നു
സുന്ദരിയായിട്ടുണ്ട് താങ്ക് യു. മീനാക്ഷിയും സുന്ദരിയായിട്ടുണ്ട് ആസ് യൂഷ്വൽ. ഓക്കെ നല്ല മലയാളി തനിമ. അതെ താങ്ക് യു. ഒന്നും പറയില്ല എന്താന്ന് അറിയാൻ പാടില്ല. ആ കുട്ടിക്ക് ഓൾറെഡി പുരുഷനുണ്ടെന്ന് അറിയില്ലേ? അറിയാലും ഒരാൾ സുന്ദരനാണെന്ന് കേൾക്കുമ്പോ ഒരു സുഖം. അത്രേ ഉള്ളൂ. ഓക്കെ പോട്ടെ. എന്തായാലും സാൻഡ്രനാണ് നല്ല രസമുണ്ട്. താങ്ക് യു. എന്നിട്ടും പറഞ്ഞില്ല. അല്ല, അടുത്ത പ്രാവശ്യം പറയാന്ന്. ബിന്ദു ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു? സാന്ദ്രകുട്ടി എല്ലാരും പറഞ്ഞതുപോലെ അതിസുന്ദരിയായിരിക്കുന്നു. താങ്ക് യു മാം. എനിക്ക് ഈ സെറ്റിന്റെ ഈ ഒരു ഗോൾഡൻ കളർ ഗോൾഡൻ ബ്ലൗസ് ഉണ്ട്, എന്റെ ഫേവറേറ്റ് അത്. ഇങ്ങനെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എല്ലാരും അതൊരു പ്രത്യേക ഭംഗി, ഒരു ചന്തമാണ് കേട്ടോ. അതെ. അഞ്ജന കണ്ണെഴുതി ആ ഒരു സംഗതി ഇല്ലേ, സംഗതി എനിക്ക് തോന്നി അത് ഒന്നുകൂടി ഒന്ന് കറക്റ്റ് വരാമായിരുന്നു, ഒന്ന് ക്ലിയർ ആവായിരുന്നു. സാന്ദ്ര നന്നായിട്ട് പാടി. എനിക്ക് നല്ല കാമായിട്ട് നല്ല നമുക്കിങ്ങനെ കേൾക്കുമ്പം ആഹാ, ഈ ഭയങ്കര ടെൻഷനൊക്കെ അടിച്ചിരുന്ന സാന്ദ്ര ഇപ്പൊ ഇത് പാടിയത് കേട്ടാ നമ്മൾ ഭയങ്കര കാം ഡൗൺ ആവും. അങ്ങനെ ഒരു കാമായിട്ട് തന്നെ ആ പാട്ടിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് വിടാതെ പാടിയിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു. പുള്ളുകൾ ഉറങ്ങിയുടെ അവിടെ എന്തോ ഒരു അല്ലേ, മനസ്സിലായില്ലേ? ശ്രുതി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. Sir. ഔസേപ്പച്ചൻ. നല്ല ഫീലായിരുന്നു കേട്ടോ. താങ്ക് യു സർ. താങ്ക് യു. നല്ല സുഖമുണ്ടായിരുന്നു ഈ പാട്ട് കണ്ണടച്ച് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ. ജാനകിയമ്മ ആ പാട്ട് എങ്ങനെയാണ് പാടാൻ ട്രൈ ചെയ്തിരുന്നത് അന്ന്, ആ ഒരു ആറ്റിറ്റ്യൂഡ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ ചെറിയ ചെറിയ നുവാൻസസ് ആണ് ഞാൻ പറയുന്നത്. താങ്ക് യു സർ. ഇടയ്ക്ക് ഈ എന്താ പറഞ്ഞ ആ ഒരു സ്ഥലം, പുള്ളുകൾ ഉറങ്ങി. ആ പുള്ളുകൾ ഉറങ്ങുന്നിടത്ത്, അത് മാത്രമല്ല പല്ലവിയിലും അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ടൊന്ന് നമ്മൾ ഒരു ചാഞ്ചാട്ടം ഉണ്ടായിരുന്നു, ശ്രുതിയിൽ നിന്നൊന്ന് വ്യതിചലിക്കാൻ. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ഇപ്പോ ഞാനിവിടെ എഴുതി വെച്ചൊരു കമന്റ് ഇതാണ്: തൂശനില മുറിച്ചു വെച്ച് തുമ്പപ്പൂ ചോറ് വിളമ്പി എന്ന് പറയുമ്പോ കണ്ണടച്ച് കേൾക്കുമ്പോ നല്ല ഫീലാണ്. പക്ഷെ സാൻഡ്രനെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഫീൽ ഉള്ള പോലെ തോന്നുകയില്ല. എന്തിനത്ര ടെൻഷൻ? കേൾക്കുമ്പോ കറക്റ്റ് ശാന്തമാണ്. എന്റെ മുഖ എക്സ്പ്രഷൻ കുറച്ച് ഇങ്ങനെ ആയിട്ടാണ് ആ ഇരിക്കുന്നത്. എന്തോ ഒരു ഭയങ്കര, അതിന് തമിഴില് പറയും, എനിക്ക് ചില നേരത്ത് തോന്നിയതാണ് കേട്ടോ, അത് ഇവർക്ക് പ്രത്യേകിച്ച് കിട്ടും. മതിൽമേൽ പൂന. മതിൽമേൽ പൂന. ആ അത് എപ്പോഴും മതിൽമേലെ പൂച്ച ഇരിക്കാറുള്ളൂ. അതെ, അതെന്താന്നറിയോ? മതിൽമേൽ പൂന എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഈ പൂച്ച ഇങ്ങോട്ട് ചാടാം, ചിലപ്പോ അങ്ങോട്ട് ചാടാം, അല്ലെങ്കിൽ നേരെ പോവാം. ആ ആ. എപ്പ ചാടുന്നു പറയാം. കയ്യാലെ അതെ. കൊടുത്തതേ. ആ ആ മലയാളത്തിൽ എന്ന് പറഞ്ഞ പോലെ ശ്രുതി തെറ്റോ? തെറ്റില്ലയോ? തെറ്റുന്നില്ല. പക്ഷെ തെറ്റോ? നോക്കിയാൽ തെറ്റില്ലയോ? അങ്ങനെ ഒരു ചിന്ത. സാറ് പറഞ്ഞൊക്കെ എന്തൊരു ക്യൂട്ടല്ലേ. ഇല്ല, അത് ഈ തൃശ്ശൂർക്കാരൻ എപ്പോഴും എന്തെങ്കിലും സംസാരിച്ചാ ക്യൂട്ടായിട്ടുണ്ടാവും. അത് നല്ല ക്യൂട്ടാണ്. ചക്കടി ശുന്തിരി മണി അങ്ങനെ ഉണ്ടായിരുന്നു. ഇത് തൃശ്ശൂരല്ല കേട്ടോ, ഇത് മാരാരിക്കോളാണ്. മാരാരിക്കോളാം. സർ പറയൂ. ആ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് ഇത്. ബാബുക്കയുടെ പാട്ട്. അതെ സർ. പക്ഷെ ഇത് ബാബുക്കയുടെയാണെന്ന് തോന്നില്ല. ബാബുക്ക വളരെ വ്യത്യസ്തമായിട്ട് അന്ന് കാലത്ത് ചെയ്തിട്ടുള്ളതാ. ബാബുക്കയുടെ ശൈലിയല്ല ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ബാബുക്കയുടെ ഇതിൽ ഒരു ഹിന്ദുസ്ഥാനി ശൈലിയിലാണ് എല്ലാ പാട്ടുകളും പിന്നെ. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്നോ രണ്ടോ പാട്ടുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിലൊരു പാട്ടാണിത്. നമുക്ക് കേട്ട് കഴിഞ്ഞാൽ ഇത് രാഘവൻ മാഷ്ട പാട്ടാണോ എന്ന് തെറ്റിദ്ധരിച്ചു പോകും, സത്യം. അല്ലേ? അതെ. ഞാനിത് ഞാൻ രാഘവൻ ഒന്നോടെ മാഷ്ട നോക്കി. പാട്ടാണെന്നാണ് ഒരുപാട് കാലം ചിന്തിച്ചത്. ഞാനും- പിന്നീടാ മനസ്സിലായത് ഇത് ബാബുക്കയുടെ പാട്ടാണെന്ന്. ഓ എന്തൊരു കമ്പോസിഷനാണത്. പിന്നെ സർ, ഈ മൂവി ഷൂട്ട് ചെയ്തത് ആ. എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിന്റെ മുന്നിൽ തന്നെ ഒരു പുഴ ഉണ്ട്. ആഹാ. അതാണ് ഇത് എടുക്കാൻ കാരണം അല്ലേ? ഇല്ല മാം, ഞാൻ എടുത്തതിന്റെ ശേഷം യാദൃശ്യമായിട്ടാണ്. ഞാന് വീട്ടിലിരുന്ന് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോ ഹസ്ബൻഡിന്റെ അച്ഛൻ പറഞ്ഞു ഈ ഷൂട്ടിംഗ് കാണാൻ ഞാൻ ചെറുപ്പത്തിൽ പോയിട്ടുണ്ട്. ഓ. അപ്പൊ അത് പറയണേന്ന് പറഞ്ഞു. അപ്പൊ നേരത്തെ പറഞ്ഞതിനെ കണക്ട് ചെയ്തിട്ട് ഞാൻ പറയാം. ആ തൂശനില തുമ്പപ്പൂ ആശിച്ച കറിയെല്ലാം നിരത്തി വെച്ചു എന്ന് കേൾക്കുമ്പോ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് അത് പറയുന്ന പോലെ തോന്നുന്നുണ്ട്. ആ ശബ്ദത്തിൽ നിന്ന് അങ്ങനെ കിട്ടുന്നുണ്ട്. പക്ഷെ ഫേസ് കാണുമ്പോ ഈ പറഞ്ഞ പോലെ മതിൽമേൽ പൂല. ഏത് സമയത്താണോ ചാടുക? സർ നെക്സ്റ്റ് ടൈം അത് എനിക്ക് മാറ്റാൻ ശ്രമിക്കാം. മാറ്റണം കേട്ടോ. എനിക്ക് അത് തോന്നി. യു ഫോർഗെറ്റ് അബൌട്ട് ദിസ് കോമ്പറ്റീഷൻ ആൻഡ് ഓൾ ദാറ്റ്. എന്ത് രസമാണെന്ന് അറിയാം. അല്ലെങ്കിൽ ആ ഒരു ഇതും കൂടി കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങളിവിടെ എണീറ്റ് നിന്നേനെ. അങ്ങനത്തെ ഒരു പാട്ടും കൂടിയാണ്. എൻ്റെ ഒരു ഇതിനു വേണ്ടിയിട്ട് മനസ്സിലിരുത്തി വളരെ സിമ്പിളായിട്ട് ഒരു സ്ട്രെയിൻ ഇല്ലാതെ ആ തൂശനില മുറിച്ചു വെച്ചു ഒന്ന് പാടും. തൂശനില മുറിച്ചു വച്ചു തുമ്പപ്പൂ ചോറു വിളമ്പി ആശിച്ച കറിയെല്ലാം നിര
ഇത് ഓക്കെയാണ്. ആ സീനൊന്ന് ആലോചിച്ച് നോക്കിയാൽ ആർക്കാണ് പുഴയുടെ മുമ്പിൽ ഷൂട്ടിംഗ് നടന്ന അവിടുത്തെ ആളെ ആരാ പേരെന്തെന്നാ? അതെ, അവിടുത്തെ പുഴയില് ഷൂട്ടിംഗ് ആരുടെ വീടിന്റെ മുമ്പിലായിരുന്നു എന്ന് പറഞ്ഞു. ആ ഹസ്ബൻഡിന്റെ പേര് പറയൂ. അശ്വിനെ ആലോചിച്ചിട്ടൊന്ന് പാടിയ കണ്ണടച്ച് പാടിക്കോ, ഞങ്ങളെന്നും നോക്കണ്ട. എനിക്ക് ചിരി വരും. അതെന്തത്? ഭയങ്കര കോമഡി. ഞാൻ അങ്ങനെ തൂശനില വെട്ടിട്ടൊന്നും ചോറ് എനിക്ക് തീരെ ഭക്ഷണം ഉണ്ടാക്കാനേ അറിയില്ല. അപ്പൊ ഒരു ഇമാജിനേഷനിൽ ചെയ്യാലോ. നമ്മൾ ജീവിതത്തിൽ ചെയ്തിട്ടില്ല, ഈ സമയത്തെങ്കിലും ഒന്ന്. അതെ, അശ്വിൻ ഇരിക്കുന്നു. അശ്വിൻ ഇവിടെ ഉണ്ട്. തൂഷനിലാമുറിച്ചു വച്ചു തുമ്പപ്പൂ ചോറുതിളമ്പി ആശിച്ച കറിയെല്ലാം നിരത്തി വച്ചു. അശ്വിൻ ഇത് കേട്ട് കഴിഞ്ഞാലോ, ഓ ഇനി ഭക്ഷണം വേണ്ട, നിറഞ്ഞു, വയറ് നിറഞ്ഞു. സദ്യ ഉണ്ട പോലെ അല്ലേ? നമുക്കും വയറ് നിറഞ്ഞു കേട്ടോ. ഓക്കെ, ഞാൻ ഒരു വട്ടം കുക്ക് ചെയ്തപ്പോ ഇതേപോലെ പറഞ്ഞു, എനിക്ക് വേണ്ട, ഇനി മേലാൽ ആവർത്തിക്കരുത്. ഓ അത്ര നന്നായിരുന്നില്ലേ ഭക്ഷണം? എന്താ ട്രൈ ചെയ്തത്? ഞാൻ പുട്ടൊക്കെ പാളുന്നതിന് എന്താ ഒരു പരിധി? കുറച്ച് വെള്ളം കൂടിപ്പോയി, അപ്പൊ അത് ഒട്ടിപ്പിടിച്ചു പോയി. അപ്പൊ ആള് വരുമ്പോ ഞാൻ മറ്റേ വാർക്കപ്പണിയിലൊക്കെ ടൈന്ന് അടിച്ച് എടുക്കുക. അപ്പൊ പറഞ്ഞു, ഇനി മേലെ പുട്ടുണ്ടാക്കി. അല്ല, എനിക്കൊരു ഡൗട്ട്. സാൻഡ്ര ഏത് വർഷമാണ് കല്യാണം കഴിച്ചത്? 2025 ഓ നവദമ്പതിയാ. ഏപ്രിൽ ഏതാണ് ഡേറ്റ്? ഏപ്രിൽ 26. ഏപ്രിൽ 26. അല്ല, ആരാ ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തേ? സാൻഡ്ര ആണോ ഹസ്ബൻഡ് ആണോ? ഞങ്ങളുടെ റിലേറ്റീവ് വഴി വന്ന ഒരു പ്രപ്പോസൽ. അപ്പോ ഹസ്ബൻഡിന്റെ കൂടെ ഫൈറ്റ് ആയ സാൻഡ്രയുടെ വോയിസ് വെച്ചേ ഹസ്ബൻഡിന്റെ കൗത്താം അങ്ങനെ ക്യൂട്ടാണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഹസ്ബൻഡ് ഇതുപോലെ, നീ കുക്ക് ചെയ്താലും പറവല്ല, പക്ഷെ നിന്റെ വോയിസ് വെച്ച് എന്നെ ഒന്ന് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്റെ അടുത്ത് പറയും, സംസാരിക്കുമ്പോ നല്ല പാടുന്നു തോന്നൂല്ല എന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ഇത്രയും കഴിവുണ്ടെന്ന് മനസ്സിലാവില്ല എന്നല്ലേ സംസാരിക്കുമ്പോ. എനിക്ക് സാൻഡ്രനെ കാണുമ്പോ ഒരു സോഫ്റ്റ് കോർണർ, മേ ബി നമ്മൾ 2K കിഡ്സ് ആയതുകൊണ്ടായിരിക്കും. അതായിരിക്കും. ഇതെന്തിനാ ഇടയ്ക്കിടയ്ക്ക് പറയും? ഇത് അവിടെയും പറയുന്നുണ്ടായിരുന്നല്ലോ 2K കിഡ്. നമ്മളൊക്കെ ജെൻസിയാ അല്ലേ? ഒരു മിനിറ്റ്, താനേത് ജെൻസ് അല്ലേ? അതൊക്കെ അതിന്റെ സീനാണെന്ന് എനിക്ക് അല്ല, തോന്നുന്നില്ല. അങ്ങനല്ല. എനിക്ക് എന്താണെന്നറിയില്ല, ഒരു എന്നെ പോലെ ഒരു പ്രായമുള്ള ഒരു കുട്ടി ഈ ഏപ്രിലിൽ കല്യാണമായി അങ്ങനെയൊക്കെ ഇരിക്കുമ്പോ എനിക്ക് ഒരുമാതിരി ഒരു ജീവിതം. ഞാൻ കല്യാണം ആലോചിക്കാൻ റെഡിയാണ്. ഈ കുഞ്ഞ് സമ്മതിക്കില്ല, അവള് തേടിക്കൊള്ളാന്ന്. മനസ്സിലാവുന്നില്ല. ഞാൻ എവിടെ പോയി എങ്ങനെ ഒരു മാപ്പിളയാണോ വേണ്ടത്? നീ ഇപ്പൊ 1-2 പേര് തേടിയില്ലേ? എങ്ങനെ ഒരു മാപ്പിളയാണ് വേണ്ടത് ശിവ? അയ്യോ, എനിക്ക് നമുക്ക് വയ്യ, തൃശ്ശൂർ ഭാഗത്തുള്ളവരുണ്ടോ? എനിക്ക് ഈ ഷോയിലും കൂടെ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ഇതും കൂടെ തികഞ്ഞ് എനിക്ക് വയ്യ. ഇവനെ കൊണ്ട് എവിടെ പോയാലും ഇത് തന്നെ. ഇത് ഞാൻ കാര്യം അന്വേഷിക്കുന്നതല്ലേ? അതായത് എന്താ മാതിരി മാപ്പിള വേണം ഉനക്ക്? എനിക്കൊരു 5 അടി 11 ഇഞ്ച് വേണം. 5 അടി 11 ഇഞ്ച്. അത് 6 ആയാലും എന്താ കുഴപ്പം? ഈ കുട്ടിക്ക് 5 അടി 15 തന്നെ. ഇനിയിപ്പോ നമുക്ക് ഓരോ പയ്യന്മാരെ വിളിച്ച് ഞാൻ പറയട്ടെ, ഒരു 2 മിനിറ്റ് തരണം. ബിജിക്ക് ഉദ്ദേശം മനസ്സിലാവാത്തോണ്ടാ. ഒരു 2 മിനിറ്റ് ഇപ്പൊ ശരി. ഞാൻ പറയാം, 5 അടി 11 ഇഞ്ച് കുറച്ച് നന്നാ ഇരിക്കുന്നു. ഹു ക്യാരീസ് ഹിംസെൽഫ് വെൽ, അതൊന്ന്. പക്ഷെ ഇത് 4-മത്തെ 5-മത്തെ പോയിന്റാ. ഫസ്റ്റ് പോയിന്റ്, എമോഷണലി സെക്യൂർ ആയിരിക്കണം. അങ്ങനെ പറഞ്ഞ അടുത്തത് പുള്ളിക്കാരൻ ആരാ, എന്താ, ഞാൻ ആരാണ്, ഞാൻ എന്തൊക്കെ സാധിക്കാൻ പറ്റും, അവൻ ആരാന്ന് അവന് പോലും അറിഞ്ഞൂടാ. ഇതാ നീ ആർക്ക് വേണ്ടിട്ട് സംസാരിക്കാൻ? എവിടെയോ ഒരു മാപ്പിള കിടക്കുന്നു. ആ മാപ്പിളനെ എന്തിനിങ്ങനെ ഇങ്ങനെ കുത്തി കുത്തി നോക്കുന്നത്? ഇമോഷണലി സെക്യൂർ ആയിരിക്കണം. സെക്കൻഡ് വന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വെരി സപ്പോർട്ടീവ് കുറെ ബോയ്സ് ഉണ്ട്. വീട്ടിൽ കുക്ക് ചെയ്യണ്ടേ, ഇനി കരിയർ ഒന്നും പ്രയോറിറ്റി പുതിയ പിള്ളേരൊക്കെ മാറിയെന്ന്. അങ്ങനെ പണ്ടത്തെ ചിന്താഗതിയൊന്നും ഇല്ല. അങ്ങനെ ഉണ്ടോ? അല്ല, നമ്മുടെ മ്യൂസിക്കൽ വൈഫ് എല്ലാം അതിന് ഉദാഹരണമാണ്. അതല്ലേ അവരെ എല്ലാരും വിട്ടിരിക്കുന്ന ഇപ്പൊ സെൽഫായിട്ട് കുക്ക് ചെയ്യുന്ന എത്ര നല്ല പിള്ളേരുണ്ടെന്ന് അറിയോ? അല്ല, ഇല്ലെങ്കിൽ നമുക്ക് കുക്കിംഗ് അറിയില്ല. 2 മിനിറ്റ് 3 മിനിറ്റ് ഫുഡ് റെഡി. അപ്പൊ ഡെയിൻ ഒന്ന് എങ്ങനെയാണെങ്കിലും പൊളിച്ചിക്കും. പിന്നെ ഉറപ്പായിട്ടും. എന്താ പറഞ്ഞത്? ജീവിക്കും. എങ്ങനെ വേണമെങ്കിലും നീ ജീവിക്കും. കുക്ക് ചെയ്യാൻ അറിയോ ഡെയിന്? ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടി വന്ന കുക്കല്ല. കുക്ക് ചെയ്യും. ബേസിക്കലി എന്റെ ബ്ലഡില് ഒരു ഷെഫ് ഉണ്ട്. സോ എനിക്ക് ഇങ്ങനത്തെ കാറ്റഗറി വേണം.
ഓക്കെ ഓ പുള്ളി അതാണ് എനിക്കൊരു ക്യൂരിയോസിറ്റി. ആ. ഞാൻ വെളിയിൽ നിമിഷ ചേച്ചിയെ കണ്ടപ്പോ ഈ കുട്ടി ഉണ്ടായ എങ്ങനെയാണ് അതൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ആ. ഇപ്പൊ സാൻഡ്രയെ കാണുമ്പോ അതും ഒരേ പ്രായം, അങ്ങനെ നോക്കുമ്പോ എങ്ങനെയുണ്ട് കല്യാണ ജീവിതം ആക്ച്വലി? നമ്മളെ പാർട്ട്ണറിന്റെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ശരി, സാൻഡ്രയുടെ കല്യാണ ജീവിതം എങ്ങനെയുണ്ട്? ഞാനും ഇതേപോലെയായിരുന്നു. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫ്രീഡം, അത് ഇത്. ഇപ്പത്തെ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. ആളിപ്പോ എവിടെയുണ്ട്? ആള് ദുബായിലോ. ആള് full ദുബായ്, freedom, കൂടെ ഇല്ല, പിന്നെ എങ്ങനെ? അല്ല ശിവാംഗി, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. മീഡിയ ഫീൽഡ് എന്നുള്ള ആള് തന്നെയാണ് അങ്ങനെ വേണോ അതോ ഇതിപ്പോ പറഞ്ഞു വരുമ്പോ ഇതിപ്പോ നീ എന്നെ ഉദ്ദേശിക്കുന്ന പോലെ മീഡിയ ഫീൽഡ് ഒന്നുമില്ല. ഞാൻ ഈ വേദി മാനിഫെസ്റ്റേഷൻ ഒരു വേദിയായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോവാ. എക്സാക്ട്ലി അതാണ് നമ്മളും പറഞ്ഞു വരുന്നത്. എന്താന്നാ, എനിക്ക് 2026 എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണം നടക്കാൻ പോവാണ് ഡിസംബറിൽ. സോ ആ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണത്തിന് മുമ്പ് എനിക്ക് ഒരാളെ കൂട്ടിയിട്ട് പോണെന്ന് ഞാൻ മാനിഫെസ്റ്റ്. എവിടെയാ കല്യാണം എവിടെ നടക്കുന്നേ? കല്യാണം രാമേശ്വരത്തിന്റെ അടുത്ത് കീഴക്കരയിൽ. രാമേശ്വരം അവിടെയാണ്. അല്ല, ഒരാളെ കൂടെ കൂട്ടണം, അതിനുള്ളിൽ ഒരു ബോയ് ഫ്രണ്ട് ആവണം എന്ന്. ഞാനും പ്രാർത്ഥിക്കാം. നമ്മുടെ ചെന്നൈ ബേസ് ചെയ്തിട്ടുള്ള ആളെയാണോ അതെ, നോക്കുന്നത്? ആണോ? Because എനിക്ക് വന്ന് ചെന്നൈ പീപ്പിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെന്നൈയിൽ ബേസ് ചെയ്ത മലയാളി കൂടെ എനിക്ക് പ്രശ്നമല്ല. ബിക്കോസ് ചെന്നൈയിൽ വളർന്ന ആ മൈൻഡ് സെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഒല്ലൂര് വിട്ടൊരു സ്ഥലത്തേക്ക് പോയിട്ടില്ല, അതുകൊണ്ട് ആ മൈൻഡ് ഹലോ, സെറ്റ് എന്തോ. കഴിഞ്ഞ ആഴ്ച ഞാൻ ഒല്ലൂര് വിട്ടിട്ട് തൃശ്ശൂരിട്ട് അവിടെ എത്തി. മക്കളെ നമുക്ക് മാർക്കിലേക്ക് മാർക്കിലേക്ക് നമ്മള് കിടക്കാം. എന്തിനാ ഈ ചെന്നൈയിലുള്ളവരെ പറ്റിട്ട് പറഞ്ഞോണ്ടിരിക്കുന്നത്? മെന്റേഴ്സിന്റെ മാർക്ക് ഞങ്ങൾ കണ്ടു. ഇനി ഞങ്ങളുടെ മാർക്ക് സാന്ദ്ര, യുവർ മാർക്ക് ഈസ് 95 out of 100. സാൻഡ്ര 95 on 100 ആണ് ലഭിച്ചത്. നല്ല മാർക്കാണ്. ലാസ്റ്റ് റൗണ്ടിൽ എത്രയായിരുന്നു? 96. 96. Okay. 95 മാർക്കാണ്. അത് നല്ല മാർക്സ് ആണ്. അപ്പൊ എന്തായാലും റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാം നമുക്ക്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മീനാക്ഷി, എന്തോ? നമ്മൾ എല്ലാ വീക്കും ഒരു ടോപ്പ് പെർഫോമറിനുള്ള ഒരു ഗിഫ്റ്റ് കൊടുക്കാറുണ്ടല്ലോ. ഉണ്ട്, ഉണ്ട്, ഉണ്ട്. അപ്പൊ സമയമായി, അതിനുള്ള സമയമായി. ഓ, അതിനുള്ള സമയമായി. അപ്പൊ ഈ വീക്കിലെ ആളാരാണ്? വിദ്യ. ഞാനത് നറുക്കെടുക്കാണോ? അല്ല, അങ്ങനെയല്ല, അവർക്കൊരു ഒരു ഒരു സസ്പെൻസ് അങ്ങനെ. ഓക്കെ, അപ്പൊ വിദ്യയാണ് ഈ വീക്കിലെ ടോപ്പ് പെർഫോമർ. വിദ്യ, കൺഗ്രാറ്റുലേഷൻസ്. ലവേഴ്സ് നൽകുന്ന സമ്മാനം. തലക്കെട്ടൊക്കെ അഴിച്ചല്ലോ, എല്ലാം അഴിച്ചു മാറ്റി. ആ ഭാരം ഒഴിഞ്ഞു പോയി അല്ലേ? ഓൾ ദി ബെസ്റ്റ്. പാട്ട് കഴിഞ്ഞപ്പോ തന്നെ. താങ്ക് യു സോ മച്ച്. അപ്പൊ പ്രേക്ഷകരെ, ഇപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും, ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ബാക്കി പെർഫോമൻസുകൾ അടുത്ത ദിവസം കാണാം. അതെ, എനിക്ക് കാത്തിരിക്കുകയാണ്. നമ്മുടെ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് ഇവരുടെ പെർഫോമൻസ് കാണാൻ. നമ്മുടെ കണ്ടസ്റ്റൻസ് കാത്തിരിക്കുകയാണ് നിങ്ങൾക്ക് മുമ്പിൽ പെർഫോം ചെയ്യാൻ. അങ്ങനെ ഒരുപാട് കാത്തിരിപ്പുകളുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ ദിവസം തൽക്കാലം ടാറ്റ ബൈ ബൈ പറഞ്ഞ് അടുത്ത ദിവസത്തിന് വേണ്ടി കാത്തിരിക്കും. ടാറ്റ ബൈ, ഗുഡ് നൈറ്റ്.